الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. എന്താണ് ഇതെനിക്ക് വേണ്ട, ഓഫാക്കിയാണ് അവനെ മൂപ്പർക്ക് സമാധാനം അല്ലേ? ആ ഓഫാക്കിയാണ്. يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد إني إذا سامني ضيم يروعني أقول يا سيد السادات يا سندي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ ഈ മഹല്ലിൻ്റെ അധ്യക്ഷൻ കൂടിയായ ആദരണീയരായ ഉസ്താദ് അവർകൾ, ഒരുപാട് കാലം ദീനീയായ ഖിദ്മകൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത് ഭാഷണം നടത്തിയ ഉസ്താദ് അവർകൾ, നമുക്കിപ്പോൾ ഇവിടെ നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, പ്രിയങ്കരരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന
ഇൽമു പറയുന്ന മജ്ലിസായി നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദീനീ ഖിദ്മത്തിൻ്റെ മേഖലകളിൽ നമുക്ക് നേതൃത്വം നൽകിയ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയവർ എല്ലാവരുടെയും ബർസഖിയ ലോകം അല്ലാഹു തആല സദാസമയത്തും സ്വർഗീയമായ അലങ്കൃതമായി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അവൻ്റെ സ്വർഗലോകത്തൊരുമിച്ചുകൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുഴുവൻ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉസ്താദുമാർ, കുടുംബക്കാർ, ശിഷ്യന്മാർ, സഹപാഠികൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. ഒരു പൊതുജീവിതത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് നാം എല്ലാവരും. പാപക്കറകൾ മുഴുവനും കഴുകിക്കളഞ്ഞ് മനസ്സിലെ ദുഷ്കരമായ അവസ്ഥകളൊക്കെ നന്നാക്കി സ്വഭാവങ്ങളും സമീപനങ്ങളും മെച്ചപ്പെടുത്തി നമ്മെ അള്ളിപ്പിടിച്ചിരുന്ന ഒരുപാട് അശ്ലീലതകൾക്ക് മുഴുവനും നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പിഴുതെറിഞ്ഞ് ഒരു മാസക്കാലം ഏറ്റവും നല്ല വിശുദ്ധിയിൽ രാവും പകലും ചെലവഴിച്ച് ആ വിശുദ്ധിയുടെ ബാക്കി പത്രങ്ങൾ പുനരുദ്ധരിപ്പിക്കുകയും സജീവമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല സന്ദർഭമാണ്. വിശുദ്ധ റമദാനിൻ്റെ വിശുദ്ധി സദാ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. റമദാനു ഷരീഫ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് അതിന് ശേഷമുള്ള ജീവിതമാണ്. ഹജ്ജ് കഴിഞ്ഞ് വന്ന ഹാജിയുടെ ഹജ്ജ് അള്ളാഹു ഖബൂൽ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് ഹജ്ജിന് ശേഷമുള്ള ജീവിതമാണ്. ഹജ്ജ് കഴിഞ്ഞ് വന്ന ശേഷം സംസാരം നിയന്ത്രിക്കുന്നു, പ്രവർത്തനങ്ങളിൽ വല്ലാത്ത ഭയം തോന്നുന്നു, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്ക് ആൾ എഴുന്നേറ്റു പോകുന്നു, പാകത്തിലുള്ള സമ്പർക്കത്തിലും നല്ല കാര്യങ്ങളിൽ സജീവമാകുന്നതിലും കഠിനാധ്വാനം ചെയ്യുന്നു, ജമാഅത്ത് ലാസിമാക്കുന്നതിൽ, വീട്ടുകാരെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നതിൽ, അതായി തന്നെ നിർവഹിക്കുന്നതിൽ, ഇങ്ങനെ തുടങ്ങി ആരോഗ്യം കൊണ്ട് ധിക്കാരം കാണിച്ചിരുന്ന ജനതയെ മുഴുവനും തൂത്തെറിഞ്ഞത് റബ്ബ് തആലയാണ്. ഒരിക്കലും ഭൂമിയിൽ എവിടെയും കാണാത്ത വിധം ഏറ്റവും വലിയ നിർമ്മാണ കലകൾ ലോകത്ത് നടത്തിയിരുന്ന സമൂഹത്തെ ഒന്നുമല്ലാതെയാക്കി തീർത്ത് ഇന്നും ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. എന്തേ അവർക്ക് മുഴുവനും നൽകിയ സൗകര്യങ്ങൾ മുഴുവനും അല്ലാഹു എടുത്തു കളഞ്ഞത്? അവർ ചെയ്തിരുന്ന തിട്ടൂരങ്ങൾ, അക്രമങ്ങൾ അതിരുവിട്ടപ്പോൾ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അവർ നടത്തിയിരുന്ന തിന്മകൾ പരിധി ലംഘിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിന്മകൾക്ക് ഇവിടെ വെച്ച് തന്നെ വലിയൊരു പ്രതികാരം കൊടുത്തു. ഇന്നും ശിക്ഷ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിമായ നിലക്ക് ജീവിതം കഴിച്ച് ഇസ്ലാമിൽ നിന്ന് പിഴുതെറിയപ്പെട്ട് മരണപ്പെട്ടു പോയ വലിയൊരു സമ്പന്നനാണ് ഖാറൂൻ. ഖാറൂൻ ഒരു സാധാരണ ആളല്ല. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മാന്റെ സഹോദരിയുടെ മകനാണ് ഖാറൂൻ. വളരെ വലിയ അടുത്ത ബന്ധമാണ്. തൗറാത്തിൽ വലിയ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് ഖാറൂൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് ആർക്കും നൽകിയിട്ടില്ലാത്ത വിധം സമ്പൽ സമൃദ്ധി നൽകിയപ്പോൾ ആ സമ്പത്ത് കൊണ്ട് ഭൂമിയിൽ ധിക്കാരം പ്രവർത്തിച്ചു. ധിക്കാരം ചെയ്യുമ്പോഴൊക്കെ അല്ലാഹു ലാ യുഹിബ്ബുൽ ഫരിഹീൻ, ഈ രൂപത്തിൽ പരിധി വിട്ട് സന്തോഷിക്കുന്നവരെ അല്ലാഹു തൃപ്തിപ്പെടുകയില്ല. നിനക്ക് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് നീ ഉദ്ദേശിക്കേണ്ടത്, കെട്ടിപ്പടുക്കേണ്ടത് പാരലോകമാണ്, പാരത്രിക ലോകമാണ്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹു നിനക്ക് തന്നതിൽ നീ ഉദ്ദേശിക്കേണ്ടത്, തേടേണ്ടത്, നിർമ്മിക്കേണ്ടത്
പരലോകമാണ്. അതുകൊണ്ട് നിനക്ക് അള്ളാഹു തന്ന സമ്പത്ത് കൊണ്ട് പരലോകം എങ്ങനെ ഉണ്ടാക്കണം? ആ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും ഐച്ഛികമായും നൽകേണ്ട വിഹിതങ്ങൾ മുഴുവനും നൽകിയിട്ട് പാരത്രിക ലോകത്തേക്ക് വലിയൊരു സംഭാവന നീ ഇവിടെ വെച്ച് സമ്പാദിച്ചെടുക്കണം. വലാ തൻസ മിനദ്ദുനിയാ, ദുനിയാവിൽ നിന്ന് നിനക്ക് ലഭിക്കാനുള്ള വിഹിതം നീ വിസ്മരിച്ചു പോകരുത്. നമുക്കൊക്കെ ഈ ദുനിയാവിൽ നിന്ന് കിട്ടാനുള്ള ആകെ വിഹിതം എന്താണെന്നറിയോ സഹോദരങ്ങളെ? 6 അടി മണ്ണും ഒരു 3 തുണിയും, സ്ത്രീകളാകുമ്പോ 5 തുണിയും കുറച്ച് പഞ്ഞിക്കഷ്ണങ്ങളും അതിൽ പുരട്ടുന്ന സുഗന്ധലേപനങ്ങളുമാണ്. വേറെ എന്ത് ലഭിക്കാനാ നമുക്ക്? നമ്മുടെ തലഭാഗത്തും കാൽഭാഗത്തും ഖബറിലേക്ക് ഇറക്കുന്ന സമയത്ത് കെട്ടിയിരുന്ന പരിക്കൻ മുണ്ടുണ്ട്, ചെറിയൊരു തോർത്തുമുണ്ടുണ്ട്. അത് താഴെ വെക്കുമ്പോഴേക്ക് ഊരിക്കളഞ്ഞു. 3 ഭാഗത്തുമുള്ളത് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. 3 കഷ്ണം തുണിയല്ലാതെ 4ാമത്തെ ഒരു കഷ്ണം തുണി പുരുഷനില്ലല്ലോ. 3 കഷ്ണം തുണിയിലും ചില്ലറ പരുത്തിയിലുമായി നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന 6 അടി മണ്ണ് എല്ലാവർക്കും അല്ലാഹു നൽകും. വലാ തൻസ നസീബക മിനദ്ദുനിയാ, ദുനിയാവിൽ നിന്ന് നിനക്ക് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന വിഹിതം നീ മറക്കരുത്. ഖാറൂനോട് അന്നത്തെ ആളുകൾ നൽകിയ ഉപദേശമാണ്. അതുകൊണ്ട് ഖാറൂനേ വലാ തബ്ഗിൽ ഫസാദ്, നിനക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് നീ കുഴപ്പം ഉണ്ടാക്കരുത്, അനാവശ്യം ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ല. ഖാറൂനിന്റെ മറുപടി ധിക്കാര സ്വരത്തിലാണ്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, ഈ സമ്പത്തൊക്കെ എനിക്ക് കിട്ടിയത് അല്ലാഹു തന്നതാണെന്ന് പറയുന്നത് മാറ്റിവെച്ചിട്ട് എന്റെ പക്കലുള്ള ചില വിദ്യകളെ കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. എന്റെ ചില നീക്കുപോക്കുകളെ കൊണ്ട് ഞാൻ സംഭരിച്ചതാണ്. അല്ലാഹു തന്നതാണെന്ന് മുഴുവനും അവൻ മറന്നുപോയി. റബ്ബെനിക്ക് തന്നത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് അവൻ പറഞ്ഞില്ല. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, നമ്മൾ പറയാറില്ലേ ഞാൻ സമ്പാദിച്ചതാണ്. ഞാൻ സമ്പാദിച്ചതല്ല, അല്ലാഹു എനിക്ക് നൽകിയതാണ്. അല്ലാഹു എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചത് കൊണ്ട് കിട്ടിയതാണ്. സമ്പാദിച്ചത് കൊണ്ടാണെങ്കിൽ സമ്പാദിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. സമ്പാദിക്കുന്നവർക്ക് മുഴുവനും സ്വത്തുണ്ടോ സഹോദരങ്ങളെ? ഇല്ലല്ലോ. കൃഷി ചെയ്യുന്ന കർഷകർക്ക് മുഴുവൻ ആളുകൾക്കും മുഴുവൻ കൃഷിയും വിളവെടുക്കാൻ കഴിയാറുണ്ടോ? റബ്ബ് എന്താണോ കൊടുക്കുന്നത് അതേ കിട്ടൂ. ഒരാൾക്കും ഒന്നിനും കഴിവില്ല. കഴിവ് അല്ലാഹുവിന് സ്വന്തമാണ്. അത് മറന്നുകൊണ്ടാണ് ഖാറൂൻ പറഞ്ഞത് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, എന്റെ ചില ടെക്നിക്കുകളെ കൊണ്ട് ഞാൻ സംഭരിച്ചെടുത്തതാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട് അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ. ഖാറൂന് നന്നായി പഠിച്ചിട്ടില്ലേ, വായിച്ചിട്ടില്ലേ? തൗറ അറിയുന്ന ആളാണല്ലോ ഖാറൂൻ. ആ തൗറയിൽ അല്ലാഹു ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖാറൂനിന്റെ മുമ്പ് എത്ര ശക്തന്മാരായ തലമുറകളെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. അവരത്ര ആരോഗ്യമുള്ളവർ അതിനു മുമ്പ് അല്ലാഹു പടച്ചിട്ടില്ല. അവരത്ര കഴിവുള്ളവരെ അല്ലാഹു അതിനു മുമ്പ് സൃഷ്ടിച്ചിട്ടില്ല. ആ മനുഷ്യന്മാരെ നശിപ്പിച്ച അല്ലാഹുവിനുണ്ടോ ഖാറൂനെ നശിപ്പിക്കാൻ എന്തെങ്കിലും കഴിവ് കുറവുണ്ടോ? വായിച്ച് പഠിക്കുന്ന ഖാറൂന് നല്ലോണം അറിയില്ലേ? അള്ളാഹുവിന്റെ ചോദ്യം നോക്ക് നിങ്ങൾ. ഇൽമിനെ സംബന്ധിച്ചാണ് അള്ളാഹു ചോദിച്ചത്. അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ. ഖാറൂന് മുമ്പ് അള്ളാഹു നശിപ്പിച്ച വലിയൊരു സമൂഹമാണ് ആദ് ഗോത്രം. ആദ് ഗോത്രക്കാരെ പറ്റി അല്ലാഹു തആല പറഞ്ഞു തന്നെ അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഒന്നുകിൽ ആ ആദ് ഗോത്രക്കാരുടെ ആകൃതിയിൽ, ആരോഗ്യത്തിൽ, വലുപ്പത്തിൽ, ഹൈറ്റിലും വെയിറ്റിലും ലോകത്ത് രാജ്യങ്ങളിൽ എവിടെയും അതുപോലത്തെ സൃഷ്ടികൾ അല്ലാഹു പടച്ചിട്ടില്ല.
ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആദ് ഗോത്രക്കാരുടെ നീളം 400 മുഴമാണ്. സുബ്ഹാനല്ലാഹ്, 400 മുഴം എന്ന് പറഞ്ഞാൽ ഇതിന് മേലൊക്കെ ഒരു 10 പള്ളിയും കൂടി എടുക്കേണ്ടി വരും. അല്ല, 400 മുഴം എന്ന് പറഞ്ഞാൽ എത്ര? ഈ പള്ളി മുകളിലേക്ക് തട്ടില്ലേ? ഈ പള്ളി മൊത്തം കൂട്ടി നോക്കിയാൽ 30 മുഴം ഉണ്ടാവും. ഒരു മുഴം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഇതല്ലേ? ഒന്ന് കൂട്ടിച്ച് നോക്കി എത്ര ഉണ്ടാവും? അപ്പൊ പിന്നെ 100 മുഴം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 400 മുഴം എന്ന് പറഞ്ഞാൽ ചില്ലറ അളവൊന്നല്ല. ആരോഗ്യമോ ചെറിയ ആരോഗ്യമാണോ അല്ലാഹു തആല കൊടുത്തത്? വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഉരുട്ടിങ്ങനെ കൊണ്ടുവരും, എന്നിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചു നിൽക്കും. ഒരു 200 കിലോ 300 കിലോ ഉള്ള കല്ലുകളൊക്കെ. ഒരു മെഷീൻ കല്ല് തന്നെ പൊക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഒരു 15-20 കിലോ ഉള്ള ഒരു മെഷീൻ കല്ല് ഒന്നിങ്ങനെ പൊക്കിയെടുത്ത് വെക്കാൻ അത് കുറെ പയറ്റിയ പണിക്കാരാണെങ്കിൽ സാഹസപ്പെട്ടവരെടുക്കും. നമ്മളെ കൊണ്ടുണ്ട് എടുക്കാൻ കഴിയുന്നത്? വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഇവരിങ്ങനെ പൊക്കിക്കൊണ്ടുവരും. അവരുടെ ആ കഴിവ്, ആ ആരോഗ്യം കൊണ്ട് അവർ ചോദിച്ചു, അന്നത്തെ കിബറിന്റെ ഒരു ചോദ്യം, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ആരോഗ്യമുള്ള ഒരു ലോകത്താരാണ്? നോക്ക് നിങ്ങൾ അവരെ കിബറിന്റെ ചോദ്യം. അല്ലാഹു തആലാനെ വിശ്വസിക്കാൻ പറഞ്ഞപ്പോഴേ, ഞങ്ങൾ ആരോഗ്യം കൊണ്ട് ഞങ്ങൾ എന്തും നേടിയെടുക്കും, നിങ്ങൾ ഒന്നും ചെയ്യൂല. ഹൂദ് നബിയോട് പറഞ്ഞത്, അങ്ങക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ആരോഗ്യം കൊണ്ട് എന്ത് ശിക്ഷ വന്നാലും ഞങ്ങൾ അതിജയിക്കും. എന്നിട്ട് അതിജയിച്ചോ? എന്ത് ശിക്ഷ വന്നാലും ഞങ്ങൾ നേരിടും. അതിനവർ പറഞ്ഞതാണ്, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ കായിക ബലമുള്ളവർ ലോകത്താരാണ്? അല്ലാഹു ചോദിക്കുന്നുണ്ട്, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹു അവരെക്കാൾ കഴിവും ശക്തിയും പ്രബലതയും ഉള്ളവനല്ലയോ? അല്ലാഹുവിന്റെ ശക്തി ആദ് ഗോത്രത്തിനുണ്ടോ? റബ്ബ് തആല ആരോഗ്യം കൊടുത്ത് ആ ആരോഗ്യത്തിനനുസരിച്ച് നന്ദി ചെയ്യേണ്ടവർ നന്ദി കേട് ചെയ്തു. ആദ് ഗോത്രക്കാരുടെ ആരോഗ്യത്തിന്റെ കണക്കനുസരിച്ച് സുബ്ഹാനല്ലാഹ്, അവര് ഭൂമിയിൽ വലിയ വലിയ ഖമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, വലിയ വലിയ മിനാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ മിനാരങ്ങൾക്ക് മുകളിൽ ഇവർ പോയിരിക്കും. 2 സമയത്ത് 2 രൂപത്തിലാണ് അവരുടെ ജീവിതം. ശൈത്യകാലത്ത് രൂപത്തിലും ഉഷ്ണകാലത്ത് മറ്റു രൂപത്തിലുമാണ്. വലിയ വലിയ കമാനങ്ങളും വലിയ വലിയ ബുർജുകളും ഉണ്ടാക്കി. ഇന്ന് നമ്മൾ UAE കാണുന്ന ബുർജൊന്നും ഒരു ബുർജല്ല. ആദ് ഗോത്രക്കാരുണ്ടാക്കിയ ബുർജുകൾ, കൊട്ടാരങ്ങൾ, വലിയ വലിയ തൂണുകൾ. ആ തൂണുകൾ അന്നത്തെ നിർമ്മാണ കലയിൽ ഏറ്റവും മുന്തിയ രൂപത്തിലാണ്. പഴയ കാലത്ത് ആളുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഭദ്രതയുള്ള കോട്ടകൾ കണ്ടിട്ടില്ലേ? ആ കോട്ടകളെ പോലെയല്ല, മറ്റു പലർക്കും നിർമ്മിക്കാൻ കഴിയാത്ത വിധം 100, 200, 300, 400, 500 മുഴം നീളത്തില് അതിലേക്കൊക്കെ വലിയ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി അന്നത്തെ നിർമ്മാണത്തിൽ മുന്തിയ ഖമാനങ്ങളും മുന്തിയ തൂണുകളും ഉണ്ടാക്കി വെക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. എന്നിട്ട് ഉഷ്ണകാലമായാൽ ഇതിന്റെ മുകളിൽ കയറിയിരിക്കും ഉല്ലസിക്കാൻ വേണ്ടി. കൊടുത്ത ആരോഗ്യം അല്ലാഹു കൊടുത്തതാണ്. ആ ആരോഗ്യത്തിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവുകളും അല്ലാഹുവിന്റെ ഗുരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് വന്ന് ഇനി ഉപദേശിക്കണ്ട, ഇനി ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലും. ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്ക് കഴിവും ശക്തിയും തന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളാൽ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തൊരു കഴിവും നിങ്ങൾക്കില്ല, ഒരാരോഗ്യവും നിങ്ങൾക്കില്ല, ഒരാളും ഉണ്ടാക്കിയിട്ടുമില്ല. ആ ആദ് ഗോത്രക്കാരിൽപ്പെട്ട 2 ആളുകളാണ് ഭൂമിയിൽ സ്വർഗം പണിതുണ്ടാക്കിയത്. ആദിന്റെ മക്കൾ ഷദീദും ഷദ്ദാദും കൂടി 300 കൊല്ലത്തെ തീവ്ര പരിശ്രമം കൊണ്ട് ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കി. അപ്പൊ നോക്കണവരെ കഴിവത്രയാണ്. ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കിയത് എങ്ങനെ? സ്വർഗത്തിലെ ഭിത്തിയും സ്വർഗത്തിലെ മണ്ണും സ്വർഗത്തിലെ ചുമരും അതൊക്കെ എങ്ങനെയുള്ളതാ? സ്വർഗത്തിലെ ചുമരും മുഴുവനും സ്വർണത്തിന്റെ ഇഷ്ടികകളാണ്, സ്വർണത്തിന്റെ കല്ലുകളാണ്. അല്ല മൺകട്ടയല്ല, സ്വർണത്തിന്റെ കല്ല്.
അവിടെയുള്ള മണ്ണ് തന്നെ നല്ല കസ്തൂരി വാസനിക്കുന്ന സുന്ദരമായ മണ്ണുകളാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള രാജാക്കന്മാരെ സമീപിച്ച് മുത്തും രത്നവും സ്വർണത്തിൻ്റെ കല്ലുകളും വെള്ളിയുടെ കട്ടികളുമൊക്കെ ശേഖരിച്ച് നല്ല സ്വർഗമുണ്ടാക്കി. സ്വർഗത്തിലാണെങ്കിൽ 4 നദികളിങ്ങനെ സദാ സ്വർഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒന്ന് അൻഹാറും മിമ്മ ഇൻ ഗൈരി ആസിൻ, ഒരിക്കലും നിറം മാറ്റം വരാത്ത, രുചിമാറ്റം വരാത്ത, പകർച്ച വരാത്ത നല്ല ശുദ്ധജലം. മറ്റൊന്ന് അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചിമാറ്റം വരാത്ത പാലിൻ്റെ നദികൾ. അൻഹാറും മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്ന ഖംറിൻ്റെ നദികൾ. ഇവിടത്തെ ഖംറല്ല, കള്ളല്ല, സ്വർഗത്തിലേത്. അത് കുടിക്കുന്നവർക്ക് ആനന്ദമാണ്. ഇവിടെ കുടിക്കുമ്പോൾ ആൾക്കാർ ആനന്ദം ഉണ്ടാവും, പക്ഷേ പിന്നെ വേറെ പലതും ഉണ്ടാകും. അതൊന്നും അവിടെ ഉണ്ടാകൂല. സ്വർഗത്തിലെ ഖംറ് കുടിച്ചാൽ ഒരു തലവേദന പോലും ഉണ്ടാകൂല എന്നല്ലേ. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, തലവേദനയോ ലഹരി ബാധിക്കോ ഒന്നുമില്ല. കുടിക്കുന്നവർക്ക് ബുദ്ധിക്ഷയമോ അല്ലെങ്കിൽ അനാവശ്യം പറയേ ലക്ക് കെട്ടുകൊണ്ട് സ്വന്തം ശരീരമൊക്കെ ഒളിവാക്കി, വസ്ത്രങ്ങൾക്ക് ഒളിവാക്കി, നഗ്നത വെളിവാക്കിയിട്ട് ഭ്രാന്തനെ പോലെ ആവുകയോ ഒന്നുമില്ല. ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദമുള്ളത്. 4-മത്തെ അൻഹാറും മിൻ അസലിം മുസഫ, നല്ല ക്ലിയറായ തേനിൻ്റെ നദികൾ. ഇത് 4ഉം ഒഴുക്കിയെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എത്രമാത്രം പാടുപെട്ടിട്ടുണ്ട്. 4 നദികൾ അവരുണ്ടാക്കി വെച്ച സ്വർഗത്തിൻ്റെ സമീപത്തിലൂടെ. അവരെ കഴിവൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. വല്ലാത്ത സ്വർഗല്ലേ ഉണ്ടാക്കിയത്. ഷദീദും ഷദ്ദാദും, ഭൂമിയിൽ ഷദ്ദാദ് സ്വർഗം പണിതു എന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനത് വിശദമായി പറയല്ല. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ കഴിവ് കൊണ്ട്, വലിയ ശക്തി കൊണ്ട് ഭൂമിയിൽ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്ത ശിക്ഷ സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാണ്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല റൂഹിനെ പിടിക്കാൻ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട അവസ്ഥകളുണ്ടോ എന്ന് വിശദീകരിച്ച് ചോദിച്ചപ്പോൾ അസ്രായീൽ പറഞ്ഞൊരവസ്ഥയാണ്. 1, സ്വർഗമെല്ലാം പണിയെല്ലാം പൂർത്തീകരിച്ച് ആ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വലിയ പ്രമുഖ നേതാക്കളെയും കാരണവന്മാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും കൂട്ടിയിട്ട് ഷദ്ദാദ് നടന്നു നീങ്ങുമ്പോൾ അതിലേക്ക് കാൽപാദം എടുത്തു വെക്കുന്ന ആ ടേണിംഗ് പോയിന്റിൽ കാലെടുത്തു വെക്കുന്ന സമയത്താണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത് പിടിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം അവിടെ കിടക്കാനോ, 1 മണിക്കൂർ വിശ്രമിക്കാനോ, 1 മിനിറ്റ് അതൊന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ആസ്വദിക്കാനോ, ജനങ്ങളോടൊപ്പം ഒരു വെള്ളം കുടിക്കാനോ, ഭക്ഷണം കഴിക്കാനോ അവസരം കൊടുക്കാതെ റബ്ബങ്ങ് പിടിക്കാൻ പറഞ്ഞു. കാരണം ധിക്കാരമല്ലേ പ്രവർത്തിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഈ കളി കളിച്ചത്. റബ്ബിന്റെ സ്വർഗത്തിന്റെ അവസ്ഥകൾ വായിച്ചിട്ട് ഞാൻ റബ്ബിനെ പോലെ സ്വർഗം ഭൂമിയിൽ പണിതിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ റബ്ബ് ഞാനാ എടുത്ത് പറയാനുള്ളത്. അത് പറഞ്ഞ് ജനങ്ങളെ സ്വന്തം വരുതിയിൽ വരുത്താനാണ് ഈ തിട്ടൂരങ്ങളൊക്കെ ചെയ്യുന്നത്. ആ കഴിവിന്റെ മികവിന്റെ അള്ളാഹു നൽകിയ നിഅമത്തിന്റെ നന്ദി കൊണ്ട് പ്രകടിപ്പിച്ചതല്ല, ധിക്കാരത്തിന്റെ മേഖലയിൽ അവരെ കഴിവങ്ങ് പ്രകടിപ്പിച്ചു. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, നാടുകളിൽ എവിടെയും അവരുടെ നാട് പോലോത്ത, അല്ലെങ്കിൽ അവരുടെ ജന്മം, അവരുടെ സൃഷ്ടിപ്പ് പോലോത്ത സൃഷ്ടികർമ്മങ്ങളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, രൂപപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആ രൂപത്തിലാണ് അവരുണ്ടാക്കി വെച്ചത്. ഒരു വിഭാഗം അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഗോത്രം, മറ്റൊരു തലമുറ വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ്, വാദി ഖുറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പർവ്വതങ്ങളിൽ പാറക്കല്ലുകൾ തുരന്നുണ്ടാക്കുന്ന സമൂദ് ഗോത്രം. മെഷീൻ കൊണ്ട് കല്ല് വെട്ടല്ല, കൈകൊണ്ട് തുറക്കാണ്, കൈകൊണ്ട് തുരന്നുണ്ടാക്കാണ്. പാറ തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്കുക. സിറ്റികൾ, ഈ സമൂദ് ഗോത്രക്കാർ വലിയ വലിയ ഉയർന്ന സിറ്റികൾ ഉണ്ടാക്കി. 1000-ലധികം വരുന്ന നല്ല നല്ല
ടൗണുകൾ ഉണ്ടാക്കി, ഒക്കെ പാറക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. പാറക്കല്ല് തന്നെയാണ് മേൽക്കൂര, അത് തന്നെയാണ് റൂമിൻ്റെ ചുമര്, അതിൽ തന്നെയാണ് സൺസൈഡ്, അതിൽ തന്നെയാണ് റൂമൊക്കെ തിരിച്ചതൊക്കെ തന്നെ. ഒരു പാറ അങ്ങോട്ട് തുരന്നിട്ട് ഒരു വീടാക്കി മാറ്റി. അങ്ങനെ ഉണ്ടാവും. നമുക്ക് ചെറിയൊരു അനുഭവം ഉണ്ടാകും കൊങ്കൺ റെയിൽവേ കൂടെ പോകുമ്പോൾ. അത് പാറ തന്നിട്ട് ട്രെയിൻ ഇങ്ങനെ പോകുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടാകും, രണ്ട് ഭാഗത്തും പാറിൻ്റെ ചൂടും വരും. അപ്പുറത്ത് ഇങ്ങനെ നോക്കി ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ പഠിച്ചോൻ ആ ട്രെയിൻ ഇങ്ങനെ വരുന്നു, പാറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്ന കാണും അല്ലേ. അതൊരു തുരന്നതാണ്. ഇത് തുരന്ന മാത്രമല്ല, തുരന്നിട്ട് വീടും അതുപോലെ തന്നെ പിന്നെ കടകളും ബിൽഡിങ്ങുകളും വിശ്രമ കേന്ദ്രങ്ങളും ഒക്കെ ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദുനാ സ്വാലിഹ് അലൈഹിസ്സലാം അവരടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. സ്വാലിഹ് നബിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന പാറക്കല്ലിൽ നിന്ന് 10 തികഞ്ഞ ഒരൊട്ടകം പുറത്തേക്ക് വന്ന് അത് ഉടനെ പ്രസവിച്ച്, അതൊക്കെ ഞങ്ങൾ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണണം. എന്നാ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കും. കാരണം പാറ തുരക്കാൻ അവർക്ക് കഴിവ് കൊടുത്ത അള്ളാഹുവിനുണ്ടോ പാറയുടെ ഉള്ളിൽ നിന്നൊരൊട്ടകത്തെ കൊണ്ടുവരാൻ കഴിവുകേട്? പാറ തുരക്കാൻ കഴിവ് കൊടുത്തവൻ അള്ളാഹുവല്ലേ. അതുകൊണ്ടാണ് അവർ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരൊട്ടകം വരണം. ആ ഒട്ടകം തന്നെ 10 തികഞ്ഞ ഒട്ടകമാകണം. വന്ന് നേരെ മുന്നിലത് പ്രസവിക്കുകയും വേണം. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ അത് വേണോ നിങ്ങൾക്ക്? ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാം. എന്തിനാണ് ഈ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ കഴിവും സ്വാലിഹ് നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു നൽകുന്ന ദൃഷ്ടാന്തവും കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനുമാണ്. അള്ളാഹുവിന്റെ കഴിവ് സമ്മതിക്കാനാണ്. പാറക്കല്ല് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതേ പാറക്കല്ലിൽ നിന്ന് ഒട്ടകം വന്നു, 10 തികഞ്ഞ ഒട്ടകം. അവരെ മുന്നിൽ തന്നെ ഒട്ടകം പ്രസവിച്ചു. സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവ് എത്രമാത്രം വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി നൽകിയ ഒട്ടകത്തെ നല്ലോണം പരിചരിക്കണം. വലാ തമസ്സൂഹാ ബിസൂ, ഒരിക്കലും മോശപ്പെട്ട രീതിയിൽ അതിനോട് പെരുമാറരുത്. അതിനെ അടിക്കരുത്, അതിനെ കൊല്ലരുത്, അതിനെ മുറിവേൽപ്പിക്കരുത്. ഫയഖുദകും അദാബുൻ ഖരീബ്, അതിനെ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ ശിക്ഷ വന്ന് നിങ്ങളെ പിടികൂടും. അങ്ങനെ അവർക്കൊരു നിയമം കൊടുത്തു. ഒട്ടകത്തിന്റെ പാല് ഒരു ദിവസം നിങ്ങളെല്ലാവരും കറന്നു കുടിക്കണം. അന്ന് ഒട്ടകം നിങ്ങൾ കുടിക്കുന്ന ടാങ്കുകളിൽ നിന്ന് വെള്ളം കുടിക്കും. പിറ്റത്തെ ദിവസം നിങ്ങൾ ടാങ്കിൽ നിന്ന് വെള്ളം കുടിക്കണം. അന്ന് ഒട്ടകം വിശ്രമിക്കും. അങ്ങനെ ഒരു ദിവസം പാലും ഒരു ദിവസം ഒട്ടകവും. ഈ പാലിൽ യാതൊരു കലർപ്പുമില്ല. അത്രയും വരുന്ന ഭീമാകാരന്മാർക്ക് കുടിക്കാൻ 1 ലിറ്റർ 2 ലിറ്റർ പാലൊന്നും മതിയാകൂല. ഒരാൾക്ക് തന്നെ കുടിക്കാൻ അത്ര പാല് വേണ്ടി വരും. ഇത് അല്ലാഹു തആല നൽകിയ അത്ഭുത ജീവിയല്ലേ. ഇഷ്ടം പോലെ പാൽ കറക്കുകയാണ്. നാട്ടുകാർ ഓരോരുത്തർക്ക് ഓരോ കുടുംബത്തിന് എത്ര ആളുള്ള 10 ആളോ, 10 ആൾക്ക് വേണ്ട പാല്. അടുത്ത ആള് 5 ആളൊന്ന്, അതും അടുത്ത ആൾക്ക് വേണ്ട പാലങ്ങനെ കറന്നെടുത്ത് കൊണ്ടുപോകുന്നു ഒരു ദിവസം. പിറ്റത്തെ ദിവസം വെള്ളം കുടിക്കുന്നു. പാല് കറക്കുന്ന അന്ന് ഒട്ടകം കുടിക്കുന്ന ടാങ്കിൽ നിന്ന് അവർ വെള്ളം എടുക്കാൻ പാടില്ല, അന്ന് പാൽ കുടിക്കണം. വെള്ളം ഒരു ദിവസം പാലൊരു ദിവസം കുടിക്കുന്നതുകൊണ്ട് ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. ആരോഗ്യം നല്ല മികവിൽ മുന്നോട്ട് പോവുകയാണ്. പാലും വെള്ളവുമായിട്ട് ഇങ്ങനെ നീങ്ങുന്ന അവര് കൂട്ടത്തിൽ ഒരാൾ ഫിത്ന ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഈ ഒട്ടകം വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമുക്ക് സുഭിക്ഷമായി സുലഭമായി വെള്ളം കിട്ടിയിരുന്നു. ഈ ഒട്ടകം വന്നതുകൊണ്ട് അത് ഒന്നരാടായി മാറി, ഇടവിട്ട് പാലായി മാറി. അതുകൊണ്ട് വെള്ളത്തിന് തടസ്സം ഈ ഒട്ടകാണ്, ഇതിനങ്ങ് അറുക്കുക നല്ലത്. കുറച്ചാൾക്കാർ പറഞ്ഞു അറുക്കണ്ട, അറുത്താൽ എന്തെങ്കിലും അപായങ്ങൾ വരും. കാരണം നമ്മൾ ഉദ്ദേശിച്ച പാറക്കല്ലിലേക്ക് ചൂണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം ഒട്ടകത്തെ തന്നത്. ഇതിനൊന്നും ചെയ്യാൻ പോകണ്ട. പക്ഷെ ചെയ്യണമെന്ന് നിശ്ചയിക്കുന്ന ആൾക്കാർ അക്രമാവർ ചെയ്യുന്നത്. ഒട്ടകത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാം മഹാനവറുകൾ ഒട്ടകത്തെ നിരീക്ഷിച്ച് നിൽക്കാത്ത ഒരു നേരം നോക്കിയിട്ട് അതിനെ അറുത്തു.
അറുത്തത് ഒരാളാണ് സഹോദരങ്ങളെ. പക്ഷേ അല്ലാഹു തആല പറഞ്ഞത് ആ സമൂഹത്തെ മൊത്തത്തിലാണ്. അറുത്തത് ഒരാളല്ലേ. ഖുർആൻ പറയുന്നത് ഫഅഖറൂഹാ, ആ നാട്ടിലെ ആളുകൾ മൊത്തം അറുത്തു. ഫഅസ്ബഹൂ നാദിമീൻ, പിന്നീട് അവർ ദുഃഖിച്ചവരായി. ഫഅഖദഹുമുൽ അദാബ്, ശിക്ഷ അവരെ പിടികൂടിപ്പോയി. ശിക്ഷ വന്നു. അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ശിക്ഷ അവർക്ക് വന്നു. താക്കീത് ചെയ്ത ശിക്ഷ വന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞത്, ഒരാളാണ് അറുത്തതെങ്കിലും ആ ഒരാൾക്ക് ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എല്ലാവരും കുറ്റക്കാരായി. ഈ നാട്ടിൽ ഒരു തിന്മ നടക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ പിന്നിൽ നിന്നിട്ട് അത് സാരല്ല, പ്രശ്നമാക്കണ്ട, നടന്നോട്ടെ എന്നാ വെക്കുന്നെങ്കിൽ എല്ലാവരും ആ തിന്മയിൽ ഒരേ കുറ്റക്കാരാണ്. നമ്മളൊക്കെ ആ തിന്മയിൽ ഒരേ കുറ്റക്കാരാണ്, സമ്മതിക്കാൻ പാടില്ല. ഈ നാട്ടിൽ ഒരാൾ അക്രമം നടത്തുകയാണ്, അയാളെ കൈ പിടിച്ചു വെക്കണം. അരുത്, അക്രമം നടത്താൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഒരാൾക്കും അക്രമം ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനും, മുസ്ലിമിനെ നല്ല ഒരു മനുഷ്യനും ആരാകട്ടെ, അതില് മതത്തിന്റെ വ്യത്യാസമോ ചേരി വ്യത്യാസമോ ഭാഷ വ്യത്യാസമോ ഒരു മനുഷ്യനും ഒരു സൃഷ്ടിക്കും ദുൽമ ചെയ്യാൻ പാടില്ല. അക്രമം ചെയ്യുന്ന ഒരാളെ കൈ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോ തടയാൻ പോകണ്ട എന്നൊരു പക്ഷെ ആൾക്കാർ, അയാളത് ചെയ്തോട്ടെ, അയാൾ കുറ്റം പേറിക്കോട്ടെ എന്ന് വേറെ കുറച്ച് ആൾക്കാർ. എല്ലാവരും ഓരോ വിഭാഗത്തിൽ സപ്പോർട്ട് ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ ഒരുവരാണ്, തുല്യരാണ്, പങ്കാളികളാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത് കദ്ദബത്തു സമൂദു ബിതഗ്വാഹാ ഇദിം ബഅത അശ്ഖാഹാ. സമൂദ് ഗോത്രക്കാര് മൊത്തം കളവാക്കി. അവരെ കൂട്ടത്തിലെ ഏറ്റവും നീചവൃത്തി ചെയ്ത മനുഷ്യൻ ഖുദാർ ഇബ്നു സാലിഫ് ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവരാരും തടഞ്ഞില്ല. എല്ലാവരും അതിന് പിന്തുണ നൽകിയപ്പോ എല്ലാവരും ആ വിഷയത്തിൽ തുല്യന്മാരായി. ചെയ്ത കുറ്റത്തിൽ എല്ലാവരും തുല്യ പങ്കാളികളായി. സുബ്ഹാനല്ലാഹ്, 3 ദിവസം അല്ലാഹു തആല വ്യത്യസ്ത രൂപത്തിലാണ് അവർക്ക് ശിക്ഷ നൽകിയത്. അവരോട് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, തമത്തഉ ഫീ ദാരിക്കും സലാസത അയ്യാം, 3 ദിവസം നിങ്ങളെ കുടിലുകളിൽ നിങ്ങൾ സുഖിച്ചു കഴിഞ്ഞോളൂ. അള്ളാഹുവിന്റെ ശിക്ഷ ഇതാ ഓരോ ദിവസവും വരുന്നു. എന്തിനാ 3 ദിവസം കൊടുത്തെന്നറിയോ? ഇനി അതിനിടയിൽ കണ്ടു മടങ്ങുന്നുണ്ടെങ്കിൽ മടങ്ങിക്കോട്ടെ. അള്ളാഹു എത്ര അർഹമുർ-റഹീമീന സഹോദരങ്ങളെ, അള്ളാഹു എത്ര കാരുണ്യവാനാണ്. ഒറ്റ അടിക്ക് ഒരു ശത്രുവിനും അള്ളാഹു ശിക്ഷിച്ചിട്ടില്ല. ലോകത്ത് ധിക്കാരിയായ ഒരു മനുഷ്യനെയും ഒറ്റയടിക്ക് അള്ളാഹു തആല പണി തീർത്തിട്ടില്ല. അവർക്കൊക്കെ ചാൻസുകൾ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്, അള്ളാഹു റഹ്മത്തിന്റെ ഭാഗമായിട്ട്. നന്നാകണമെങ്കിൽ നന്നായിക്കോട്ടെ, മടങ്ങണമെങ്കിൽ മടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല മഞ്ഞ നിറത്തിലുള്ള മേഘം കാണുന്നത്, മഞ്ഞ നിറത്തിൽ. അപ്പൊ അവർ പരസ്പരം ഈ മഞ്ഞ നിറത്തിലുള്ള മേഘം കാണുമ്പോൾ ഒരു ദൃഷ്ടാന്തമാണിത്, നമുക്ക് ഒരാളെ ശിക്ഷയാണെന്ന് ഓർത്ത് മടങ്ങിയാൽ മതി. പക്ഷെ അവരെന്താ പറഞ്ഞറിയോ? മഞ്ഞ നിറത്തിലാണ്, എന്തോ ഒരു പ്രത്യേക തരം ഭക്ഷണം താഴോട്ട് വരാണ്ട്, അതുകൊണ്ടാണ് മേഘത്തിന്റെ കളർ മഞ്ഞായിപ്പോയത്. 2ാമത്തെ ദിവസം അത് ചുവപ്പായി മാറി, അപ്പോഴും അവർ ദുർവ്യാഖ്യാനിച്ചു. 3ാമത്തെ ദിവസം അത് കറുപ്പായി മാറി. കറുത്ത മേഘം കണ്ടപ്പോ അവര് പറഞ്ഞു, ഹാദാ ആരിദും മുംതിറുന, നല്ല മഴ പെയ്യും. കാർമേഘം കണ്ടാ നമ്മൾ പറയാറില്ലേ നല്ല മഴ പെയ്യുമെന്ന്. നല്ല മഴ പെയ്യുമെന്ന് അവര് പറഞ്ഞു. പക്ഷേ വന്നത് നല്ല മഴയല്ല, റീഹും ഫീഹാ അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷയുടെ കാറ്റാണ് വന്നത്. ആ കാറ്റ് അങ്ങൊന്ന് അടിച്ച് വീശി ഒന്നാകെ തകർത്ത് തരിപ്പണമാക്കി സഹോദരങ്ങളെ. അവരുടെ ശരീരം മുഴുവനും തുന്നം ഭിന്നമായി പോയി. ഒന്ന് ഓടാനോ ഒന്ന് നടക്കാനോ വാവിട്ട് കരയാനോ സഹായത്തിന് ആളുകളെ വിളിക്കാനോ പിന്നൊരു ചാൻസും അവർക്ക് കിട്ടിയില്ല. റീഹും ഫീഹാ അദാബുൻ അലീം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാർമേഘം മൂടിയാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തങ്ങളുടെ മുഖത്ത് പേടിയാണ്.
മഴ പെയ്യാനുള്ള കറുത്ത മേഘം കണ്ടാൽ പേടിയാണ്. ചോദിച്ചു മഹദി, അല്ലാഹുവിന്റെ റസൂലേ, മഴ പെയ്യാൻ പോകല്ലേ, എന്തിനാ തങ്ങൾക്ക് പേടി? ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, മുൻഗാമികളിൽപ്പെട്ട ഒരു ടീം ഇതുപോലെ കാർമേഘം കണ്ടിട്ട് അവർ പറഞ്ഞതെന്താ, ഇപ്പൊ നല്ല മഴ പെയ്യുമെന്നല്ലേ പറഞ്ഞത്, പക്ഷേ തായോട്ട് വർഷിച്ചത് മഴയല്ല, തീ തുപ്പുന്ന രൂപത്തിലുള്ള നല്ല വിഷാംശങ്ങളുള്ള ചൂട് സഹിക്കാൻ കഴിയാത്ത തീ തുപ്പുന്ന കാറ്റാണ് തായോട്ട് വന്നത്. റീഹും ഫീഹാ അദാബുൻ അലീം. ആദ് ഗോത്രക്കാരെ അല്ലാഹു നശിപ്പിച്ചത് 7 ദിവസം കാറ്റടിച്ച് വീശിയിട്ടാണ്. സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമാ. നല്ല കൊടപ്പനകൾ കടപുഴകി വീണാൽ എങ്ങനെയുണ്ടാകും, അതുപോലെ ഓരോ ഭാഗത്തും ഒന്ന് ഓടി ഒളിക്കാനോ, ഒന്ന് അട്ടഹസിച്ച് കരയാനോ, ആർത്തനാദങ്ങൾക്ക് സമയം കൊടുക്കാനോ ഒരു സൗകര്യവും കൊടുക്കാതെ 7 രാത്രിയും 8 പകലും ഹുസൂമാ, ഇടമുറിയാത്ത കാറ്റങ്ങടിച്ച് വീശി. ഓരോ ഭാഗവും 8 ദിവസം കഴിഞ്ഞപ്പോൾ കന്നഹും അജാസു നഖ്ലിൻ ഖാവിയ, കിടപുഴകി വീണ മരങ്ങളെ പോലെ കിടക്കുന്നു. വലിയ വലിയ മനുഷ്യന്മാർ 100 മുഴവും 200 മുഴവും 300 മുഴവും 400 മുഴവുമുള്ള ഓരോ മരങ്ങളൊന്ന് കൂട്ടി നോക്കൂ. വലിയ വലിയ കൊടപ്പനകൾ വീണതുപോലെ ഓരോ ഭാഗത്തും വീണ് കിടക്കുന്നു. ആരോഗ്യം പറഞ്ഞവരല്ലേ, ഓടാൻ കഴിഞ്ഞോ, രക്ഷപ്പെടാൻ കഴിഞ്ഞോ, പ്രതിരോധിക്കാൻ കഴിഞ്ഞോ? അല്ലാഹു നൽകിയ ശിക്ഷ കാറ്റല്ലയോ? കാറ്റ് വരുമ്പോ പേടിക്കേണ്ടതുണ്ട്, കാവല് ചോദിക്കേണ്ടതുണ്ട്, ഖൈറ് ചോദിക്കേണ്ടതുണ്ട്. കാറ്റടിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിർ റീഹി ഖൈറ ഹാദിഹിർ റീഹി വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഹാദിർ റീഹി വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി എന്ന് ചൊല്ലണം. അല്ലാഹുവേ, ഈ കാറ്റ് കൊണ്ടുള്ള നന്മ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ആ കാറ്റിൽ അടങ്ങിയിട്ടുള്ള നന്മയും ചോദിക്കുന്നു. എന്ത് നന്മക്ക് വേണ്ടിയാണോ കാറ്റിന് അയക്കപ്പെട്ടത് ആ നന്മയും ചോദിക്കുന്നു. ഈ കാറ്റ് കൊണ്ടുള്ള കെടുതിയിൽ നിന്ന് കാവല് ചോദിക്കുന്നു. ആ കാറ്റ് ഏത് കെടുതിയുടെ സന്ദേശവുമായിട്ടാണോ വന്നത് അതിൽ നിന്നും കാവല് ചോദിക്കുന്നു. ആരെ തകർക്കാനാണോ ഈ കാറ്റിന് നീ അയച്ചത് ആ ഷർറിൽ നിന്നും കാവൽ ചോദിക്കുന്നു. മുഅ്മിനീങ്ങൾ ചോദിക്കൽ സുന്നത്താണ്. കാരണം കാറ്റ് പല രൂപത്തിലും വരാം. കാറ്റ് ശിക്ഷയായിട്ടും അനുഗ്രഹമായിട്ടും വരാം. ഖൈറ് ചോദിക്കണം, ഷർറിൽ നിന്ന് കാവല് ചോദിക്കണം. കാറ്റല്ലേ അല്ലാഹു അവർക്ക് നൽകിയത്. പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവരുന്ന ആളുകൾക്ക് ഓടാൻ കഴിഞ്ഞോ? സഹോദരങ്ങളെ, കാറ്റടിച്ചപ്പോ എത്ര ആരോഗ്യവാന്മാരാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ എന്തും നേരിടുന്നല്ലേ പറഞ്ഞത്. ഇടതടവില്ലാതെ 7 ദിവസം കൊണ്ട് കാറ്റും. നമ്മളെ നാട്ടിലെ ഒക്കെ അങ്ങോട്ട് തകർന്നരിപ്പിടാൻ 7 ദിവസം വേണോ? 7 ദിവസത്തെ കാറ്റ് വേണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പൻ പണി. എന്തിനാ 7 ദിവസം? എന്തിനാ 7 മണിക്കൂർ? കാറ്റ് വല്ലാത്ത സംഗതി തന്നെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശബ്ദം, ആ ശബ്ദം കൊണ്ടല്ലേ സമൂദ് ഗോത്രക്കാർ അല്ലാഹു തആല വിറവിറപ്പിച്ചത്. ഒരൊറ്റ ശബ്ദം ജിബ്രീൽ അലൈഹിസ്സലാം മുഴക്കിയപ്പോഴേക്ക് കിടുകിടാ വിറച്ച് താഴെ വീണുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശബ്ദം ചെറിയ ശബ്ദമല്ല. അത് കേട്ട് നിന്നൊടുക്കാൻ കഴിയില്ല. നമ്മളെ കാതിന് ശബ്ദം കേൾക്കുന്നതിന് പരിധിയില്ലേ? പരിധിയുണ്ട്. കണ്ണിന് പ്രകാശം സ്വീകരിക്കുന്നതിന് പരിധിയില്ലേ? നല്ല കുത്തുന്ന ഒരു ടോർച്ച് കണ്ണിലേക്ക് അടിച്ചാൽ ആദ്യം നമ്മൾ കരുതുന്നത് അത് പേച്ചടിച്ചതാണ്. രണ്ടാമത് പിന്നെയും കണ്ണിലേക്ക് അടിച്ചാൽ നമ്മൾ ചോദിക്കും ആരാത്? മൂന്നാമത് പിന്നെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവും, മൈക്കിനോട് പറയാൻ പറ്റൂല. കാരണം എന്താ? നമുക്ക് സഹിക്കാൻ കഴിയാത്തോണ്ടാ. ശബ്ദം അങ്ങനെ തന്നെയാണ്. നല്ല ഗൗരവതരമായ ശബ്ദം പുറപ്പെടുവിച്ചു. സമൂദ്ര ഗോത്രക്കാരൊക്കെ വിറച്ചിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവരെ കുടിലുകളിൽ മുട്ടുകെട്ടിയിരിക്കുന്ന രൂപത്തിലാണ് അവരങ്ങ് പണിയായി പോയത്. ഇന്നലെ അവർ ആ വീട്ടിൽ താമസിക്കാത്തതുപോലെ വീടുകൾ മുഴുവനും നിശ്ചലമായി പോയി.
വഫിർഔന ദിൽ ഔതാദ്, ഭരണം കൊണ്ട് ജനങ്ങളെ പാഠം പഠിപ്പിച്ച ആളാണ് ഫിർഔൻ. അതീവ സൈന്യങ്ങളാണ് ഫിർഔനിന്റെ സൈന്യം. അപ്പുറത്ത് ഒരു പ്രതിപക്ഷം ചോദ്യം ചെയ്യാനില്ലാത്ത ഭരണമാണ് ഫിർഔനിന്റെ ഭരണം. വഫിർഔന ദിൽ ഔതാദ്, ഒരു പക്ഷേ അതിൽ ഔതാദ് എന്നതിന്റെ അർത്ഥം വെച്ചിരിക്കുന്നത് മുമ്പുള്ള രാജാക്കന്മാർക്കും ഇത്തരത്തിൽ സൈന്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അത്രത്തിൽ വലിയ സൈന്യവും സംഘശക്തിയും. അല്ലതിൽ ഔതാദ് എന്ന് പറഞ്ഞാൽ വിവിധ രൂപത്തിൽ ശിക്ഷാമുറകൾ സ്വീകരിക്കുന്ന രാജാവ്. അതേ, ആണികൾ അടിച്ചിട്ട് മനുഷ്യന്മാരെ ശിക്ഷിക്കാറുണ്ട്. 4 പലകകളിലേക്ക് കയ്യും കാലും നീട്ടിവെച്ചിട്ട് 4 ഭാഗങ്ങളിൽ മൂർച്ചയുള്ള ആണി മേടിയിട്ട് ആ ആണി അപ്പുറത്തൂടെ തുളക്കുമ്പോ രക്തമിങ്ങനെ ചാലിട്ട് ഒഴുകിയിട്ട് പടഞ്ഞ് പലരും മരിക്കുന്നു. ഫിർഔന് നൽകിയ ശിക്ഷയാണ്. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ശിക്ഷിച്ചത് ഫിർഔനല്ലേ? സഹോദരങ്ങളെ, ആ ശിക്ഷാമുറകൾ വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും ഒരു മുഅ്മിനായ മനുഷ്യന് ഏൽക്കാൻ പറ്റുന്ന ശിക്ഷയല്ലാതെ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഈമാനിന്റെ മികവ് കൊണ്ടാണ് അത് തടുത്തു നിർത്തിയത്. ഈമാനിന്റെ മികവ് കൊണ്ട് പരീക്ഷണങ്ങൾ തടുത്തു നിർത്താം, ശിക്ഷാമുറകൾ സഹിക്കാം, പലതും സഹിക്കും പോലെ സഹിക്കാം. ഫിർഔൻ അങ്ങോട്ട് ശിക്ഷിച്ചു, തുല്യതയില്ലാത്ത ശിക്ഷ. വഫിർഔന ദിൽ ഔതാദ്, അതുകൊണ്ടാണ് അല്ലാഹു തആല ആ ഒരു വിശേഷണം പറഞ്ഞത്. ആണികളെ കൊണ്ട് ശിക്ഷിക്കുന്ന ഫിർഔൻ, അവൻ ആ ശിക്ഷ മാത്രമല്ല, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മത്തിന്റെ വാർത്ത പലരും ഫിർഔന് വന്ന് അറിയിച്ചപ്പോ ആ ഒരു വാർത്ത കൊണ്ട് തന്റെ ഭരണം പോകുമെന്ന് കണ്ടപ്പോ അതേ ചെറിയ കുഞ്ഞുങ്ങളെ എത്രയാണ് അരിഞ്ഞു വീഴ്ത്തിയത്? 10,000 അല്ല, 20,000 തന്നെ ഒരൊറ്റ ദിവസം. വേറെയും ഒരുപാട് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ അരിഞ്ഞു വീഴ്ത്തിക്കളഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ നിശ്ചയം തട്ടിക്കളയാനോ മറികടക്കാനോ കഴിഞ്ഞില്ല. അള്ളാഹു നിശ്ചയിച്ചത് തട്ടാൻ കഴിഞ്ഞോ? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിച്ച് അള്ളാഹു വളർത്തിയില്ലേ? 30 കൊല്ലം ആ കൊട്ടാരത്തിലല്ലേ വളർന്നത്? ആ കൊട്ടാരത്തിന്റെ സുഖങ്ങളല്ലേ ഉപയോഗിച്ചത്? ഫിർഔന് വല്ലതും ചെയ്യാൻ പറ്റിയോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ? ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പേടിച്ചിട്ടാണ് ഒരുപാട് കുട്ടികളുടെ കഴുത്തറുത്തു കൊന്നത്. അത്രയും വലിയ സ്വാധീനമുള്ള ഫിർഔൻ അല്ലദീന തഗൗ ഫിൽ ബിലാദ്, സ്വന്തം ശരീരത്തിന്റെ കഴിവ് കൊണ്ടും അതേ അള്ളാഹു നൽകിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കഴിവ് കൊണ്ടും ഭരണാധികാരത്തിന്റെ കഴിവ് കൊണ്ടും രാജ്യത്ത് അതിക്രമം ചെയ്ത ആളുകൾ, പരിധി വിട്ട് ജീവിച്ച ആളുകൾ, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അക്രമം ചെയ്തു എന്നല്ല അള്ളാഹു പറഞ്ഞത്, ആ അക്രമം പരിധി വിട്ടുപോയി. ഭൂമിയിൽ കുഴപ്പങ്ങൾ അവർ അധികരിപ്പിച്ചു, നാശങ്ങൾ അധികരിപ്പിച്ചു. അതാണ് ഏറ്റവും വലിയ തിന്മ. ഭൂമിയിൽ വലിയ ഫിത്നയും ഫസാദും അധികരിപ്പിച്ചപ്പോ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗം ആളുകളുടെ മേൽ അല്ലാഹു ശിക്ഷ ചൊരിച്ചു കൊടുത്തു. എക്കാലവും നിലനിൽക്കുന്ന ശിക്ഷ. 1 മണിക്കൂർ കൊണ്ടോ, 1 ദിവസം കൊണ്ടോ, 1 വർഷം കൊണ്ടോ, 10 വർഷം കൊണ്ടോ, 10 ആണ്ട് കൊണ്ടോ, 100 ആണ്ട് കൊണ്ടോ നീങ്ങിപ്പോകാത്ത, സൂറിൽ ഊതുന്ന കാലം വരെ ശിക്ഷ. കൂട്ടത്തിൽ അവസാനം പറഞ്ഞ ഫിർഔന്, ഇന്നും നമുക്ക് ഫിർഔനെ കാണാൻ പറ്റും. ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയാൽ ഫിർഔനുണ്ട് അവിടെ. ഖുർആനിൽ പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔന്റെ ഭൗതിക ശരീരം അവിടെയുണ്ട്. ആ ശരീരത്തിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലേ? ഇല്ല. അപ്പൊ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞതോ? ശിക്ഷ ഉണ്ട്. ആ ശിക്ഷ നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുന്ന രൂപത്തിലല്ല. നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ എന്താ കാണുക? നമ്മുടെ കർണപുടങ്ങളെ കൊണ്ട് കേൾക്കുന്ന രൂപത്തിലുമല്ല. നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റിയിട്ടാണ് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നത്.
പിന്നെന്തിനാണ് അവന്റെ ശരീരം അങ്ങനെ ബാക്കി വെച്ചത്? ഇതുപോലെ ഈ ഫിർഔനെ പോലെ അതിക്രമം ചെയ്ത് ജീവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള ആളുകൾക്ക് ഭരണം കിട്ടിയിട്ട് ആളുകളെ കൊന്നൊടുക്കുന്ന ഒരുപാട് ആളുകളില്ലേ, ബഷാറുൽ അസദിനെ പോലെയുള്ള ആളുകൾ, അവർക്കൊക്കെ ഒരു പാഠമായിട്ടാണ് അല്ലാഹു തആല നിലനിർത്തിയത്. നിങ്ങൾ നോക്കി, വിദേശങ്ങളിലൊക്കെ യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് കൊന്നൊടുക്കുന്നതിന് വല്ല കണക്കുണ്ടോ? നാശനഷ്ടങ്ങൾക്ക് വല്ല കയ്യും കണക്കുണ്ടോ? എത്ര നിരപരാധികളാണ് അതിൽ പെട്ടുപോകുന്നത്. ഒരു കുട്ടി ബാപ്പാനും കാണുന്നില്ല, ഉമ്മാനും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അപ്പോൾ ആ കുട്ടി ചിന്തിക്കുന്നത് ഇതിനേക്കാൾ നല്ല മരിച്ചു പോകലായിരുന്നു. കാരണം ജീവിക്കാൻ ഇനി എത്ര പ്രയാസമാണ്, എന്തെല്ലാം കെടുതികളാ ലോകത്ത് നടക്കുന്നത്. അവർക്കൊക്കെ ഒരു തെളിവായിട്ട് അള്ളാഹു ബാക്കി വെച്ചതാണ്. വലിയ അധികാരം ഉണ്ടായിട്ട് ജനങ്ങളെ അടിച്ചമർത്തിയിട്ട് പാവങ്ങളായ ബനൂ ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചിരുന്ന, വല്ലാത്ത ക്രൂരത ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയാണ് ഫിർഔൻ. ഫിർഔൻ എന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ ഈ സ്റ്റേജിന്റെ അത്തായിട്ട് വലിപ്പുണ്ടെന്ന് കൂട്ടണ്ട. ആകെ ഒരു 4.5 മുഴയുള്ള ആള്, ചെറിയൊരു മനുഷ്യനാ. പോയാൽ നമുക്ക് ഇന്നും കാണാൻ പറ്റും, നരച്ച മുടിയും ചെറിയ പല്ലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, ഒന്നും ആയിട്ടൊന്നുമില്ല. അള്ളാഹു കൊടുത്ത ബഹുമാനല്ല, ദൃഷ്ടാന്തത്തിന് വേണ്ടി ബാക്കി വെച്ചത്. 24 മണിക്കൂറും അവർക്ക് ശിക്ഷയാണ്. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ശിക്ഷാമുറകൾ അല്ലാഹു അവരുടെ മേൽ ചൊരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കഥകളൊക്കെ അല്ലാഹു തആല പറഞ്ഞ് നമ്മളോടൊരു നിർദ്ദേശമുണ്ട്, മുഅ്മിനീങ്ങളെ. അതാണ് എന്റെ പ്രധാനമായുമുള്ള വിഷയം. ഈ ശിക്ഷകളൊക്കെ കൊടുത്ത് ഇനി അല്ലാഹു കഴിവ് കുറഞ്ഞു എന്ന് ചിന്തിക്കണ്ട. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നമ്മളോട് അല്ലാഹു തആല പറയുന്നു, നിന്റെ നാഥൻ നിരീക്ഷണത്തിലാണ്. നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ അല്ലാഹു തന്ന് നമ്മളെ നിരീക്ഷിക്കുകയാണ്. സമ്പത്ത് തന്ന് നമ്മളെ അല്ലാഹു നോക്കുകയാണ്. ആരോഗ്യം തന്ന് അല്ലാഹു നോക്കുകയാണ്. ഒഴിവും കഴിവും തന്ന് അല്ലാഹു നോക്കുകയാണ്. എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പ്രവർത്തിക്കുന്നു, ആഖിറത്തിലേക്ക് വേണ്ടി എന്തെല്ലാം സമ്പാദിക്കുന്നു, ദുനിയാവിൽ എന്തെല്ലാം പണിയെടുക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ നീതിപൂർണമായി നിർവഹിക്കുന്നു. അല്ല കൊടുത്തതിന് പകരം ചെയ്യുന്നത് എന്തൊക്കെയാണ്? അക്രമമാണോ, അനീതിയാണോ, അധർമ്മമാണോ, അരാജകത്വമാണോ? റബ്ബ് തആല നിരീക്ഷിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, വെറുതെ അങ്ങ് നിരീക്ഷിക്കുകയല്ല, നിയമങ്ങളും നിർമ്മാണങ്ങളും തന്നിട്ടാണ് നിരീക്ഷിക്കുന്നത്. നിയമങ്ങൾ അല്ലാഹു വെച്ച് തന്നില്ലേ, വിധിവിലക്കുകൾ വെച്ച് തന്നില്ലേ? ചിലത് അല്ലാഹു വാജിബാക്കി, ചിലത് അല്ലാഹു സുന്നത്താക്കി, ചിലത് അല്ലാഹു നിഷിദ്ധമാക്കി, മറ്റു ചിലത് കറാഹത്താക്കി. ചില ദോഷങ്ങൾ അല്ലാഹു വൻദോഷങ്ങളാക്കി, ചിലത് അല്ലാഹു ചെറുദോഷങ്ങളാക്കി. ഇതെല്ലാം എണ്ണി പഠിപ്പിച്ച് പകർത്തി തന്നിട്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിരീക്ഷണത്തിലാ. ഈ പള്ളിയുടെ മുന്നിലിരിക്കുന്ന നിങ്ങളെ മുഴുവനും ക്യാമറ പകർത്തുന്നുണ്ട്, നിരീക്ഷണ ക്യാമറ പകർത്തുന്നുണ്ട്. പക്ഷേ അത് കേടുവന്നാ പിന്നത് പകർത്തൂല. റബ്ബ് തആലയുടെ നിരീക്ഷണത്തിനൊരു കേടുമില്ല, അതിനൊരു ദിവസവും അവധിയില്ല, ഒരു മണിക്കൂറും ഒഴിവില്ല, നിരീക്ഷണത്തിന് ഒരു മാറ്റവുമില്ല. അതേ കുടുങ്ങാതിരിക്കൂല. ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ പല വിക്രിയകളും മനുഷ്യന്മാര് ചെയ്യാറില്ലേ? സഹോദരങ്ങളെ, വണ്ടി ഓടിക്കുമ്പോ ആ വണ്ടിയുടെ നമ്പർ ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ ഒരുപക്ഷെ അതിന്റെ പുറത്ത് വേറെ നമ്പർ വേറെ ഒട്ടിച്ചെന്ന് വരും, അല്ലെങ്കിലോ അതിന് വേറെ പല വിക്രിയകളും ചെയ്തെന്ന് വരും. എന്നാ തൽക്കാലം ക്യാമറയിൽ കുടുങ്ങാതെ പോയെന്നും വരാം. പക്ഷേ റബ്ബിന്റെ നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങാത്തവരില്ല. അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്നൊരു ബോധം സദാസമയത്തും നമ്മുടെ കൽബിൽ വേണം. അല്ലാഹു നമുക്കത് ഏറ്റിത്തരട്ടെ. ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മുആദ് ഇന്നൽ മുഅ്മിന ലദൽ ഹഖ് അസീർ. വിശ്വാസി ആരാധറിയോ? ലദൽ ഹഖ് അസീർ, സത്യത്തിന്റെ ഭാഗത്ത്
ധർമ്മത്തിന്റെ ഭാഗത്ത് അസീറുൻ, അവൻ ബന്ധിതനാൻ. സത്യം അതാണോ അത് മറികടക്കൂല, ന്യായം അതാണോ അത് മറികടക്കൂല. മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ്? സത്യത്തിന്റെ പക്ഷത്ത് അടിയുറച്ച് നിൽക്കുന്നവനാണ്. അസീർ എന്ന് പറഞ്ഞാൽ തടവറയിലുള്ള ആൾക്കാണ് അസീർ എന്ന് അറബിയിൽ പറയാ. സത്യത്തിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ ഭാഗത്ത് തടവറയിൽ നിൽക്കുന്നവനെ പോലെയാണ്, വിട്ടുകിടക്കൂല, ഒരിഞ്ച് വിട്ടുകിടക്കൂല. അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾ ജനങ്ങൾക്കൊക്കെ വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. വസ്ത്രങ്ങൾ വന്നു, ബൈത്തുൽ മാലിൽ നിന്ന് പൊതുഖജനാവിലേക്ക് വസ്ത്രങ്ങൾ വന്നു. മദീനക്കാരായ സ്വഹാബിമാരെ വിളിച്ച് എല്ലാവർക്കും വസ്ത്രം വിതരണം ചെയ്തു. എല്ലാവർക്കും മുറിച്ചു കൊടുത്തു. ഓരോരുത്തർക്കും അവരുടെ അളവനുസരിച്ച് ഓരോരുത്തർക്കും സമമായിട്ട് മുറിച്ചു കൊടുത്തു. എന്നാൽ വ്യത്യാസമില്ല, ഓരോരുത്തർക്കും ഒരു നിശ്ചിത അളവിൽ വസ്ത്രം കൊടുത്തു. പിറ്റത്തെ വെള്ളിയാഴ്ച ഖുതുബക്ക് കയറുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിച്ചിരിക്കുന്ന കുപ്പായത്തിന് കുറച്ച് നീളം ഏറെ കാണുന്നുണ്ട്. അവർക്കൊക്കെ കിട്ടിയ അതേ അവകാശമാണ് ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയതെങ്കിൽ അത്ര നീളം ഉണ്ടാകാൻ പാടില്ല, അത്ര നീളം വരൂല, അതിനേക്കാളും ഏറെ നീളം വരുന്നുണ്ട്. അപ്പൊ ആളുകൾ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. സത്യം ഏതാണോ ആ സത്യത്തിന്റെ ഭാഗത്ത് അടിയുറച്ച് നിൽക്കുന്ന ആളല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരിഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകൂലല്ലോ. പിന്നെ എങ്ങനെ ഈ കുപ്പായത്തിന്റെ നീളം കൂടി? ഞമ്മക്ക് തന്ന അതേ 1.5 മീറ്റർ ആണെങ്കിൽ ആ 1.5 മീറ്ററിന്റെ കുപ്പായം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ധരിച്ചു നോക്കുമ്പോ 2 മീറ്റർ 2.5 മീറ്ററിന് ഉണ്ടല്ലോ. ഖുതുബ കേൾക്കുന്നവരിൽ നിന്ന് ഒരാൾ എണീറ്റ് പറഞ്ഞു, ഉമർ തങ്ങളെ, നിങ്ങളുടെ ഖുതുബ മുഴുവനും ഞങ്ങളെ കാതിലേക്കേ വരുന്നുള്ളൂ, കൽബിലേക്ക് തട്ടുന്നില്ല. എന്തേന്ന് ചോദിച്ചു. കുപ്പായത്തിന്റെ നീളം എങ്ങനെ കൂടി? അതറിഞ്ഞാലേ നിങ്ങൾ പറയുന്ന ഖുതുബ ഞങ്ങളെ കൽബിലേക്ക് പോകൂ, അല്ലെങ്കിൽ ഈ കാതിലൂടെ മറ്റേ കാതിലൂടെ പോകും. ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് ഇങ്ങനെ നോക്കുന്നു, മകൻ എവിടെയുണ്ടോ? അങ്ങനെ കണ്ടു. മോനെ അബ്ദുല്ലാ, ഒന്ന് എണീറ്റ് ഉത്തരം പറയൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ തുണിയും കൂടി ഞാൻ ബാപ്പക്ക് കൊടുത്തതാ, അങ്ങനെ നീളം കൂടിയതാ. നേരത്തെ ചോദിച്ചാൾ പറയും, ഇനി ഖുതുബ ഓതിക്കോളൂ, ഇനി ഞങ്ങളെ കൽബിലേക്ക് പോകും. ഒരു സത്യത്തിന്റെ ഭാഗത്ത് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം അതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു കഴിവ് തരട്ടെ. ഇന്നൽ മുഅ്മിന ലദൽ ഹഖ് അസീർ. മുഅ്മിനായ മനുഷ്യൻ സത്യത്തിന്റെ ഭാഗത്ത് അവൻ ബന്ദിയാണ്, ബന്ധസ്ഥനാണ്, ബന്ധവസ്ഥനാണ്. അതിൽ നിന്നവൻ മാറിപ്പോകൂല. യാ മുആദ്, മുആദേ, ഇന്നൽ മുഅ്മിന ലാ യസ്കുനു റൗഉഹു. മുഅ്മിനായ മനുഷ്യന്റെ ഉൾഭയം അടങ്ങിപ്പോകൂല, അവന്റെ പേടി ശാന്തമാകൂല. വലാ യഅ്മനു ഇൽതിറാബുഹു, അവന്റെ പരിഭ്രമം നിലച്ചു പോകൂല. ഹത്താ യുഖല്ലഫ ജിസ്റു ജഹന്നമ ഖൽഫ ളഹ്രിഹി. ജഹന്നമിന്റെ മുകളിലുള്ള പാലമില്ലേ, അവന്റെ പിറകിൽ കാണുന്നത് വരെ. ജഹന്നമിന്റെ മുകളിൽ വെച്ച പാലം, സ്വർഗത്തിലേക്കുള്ള പാലം, വിട്ടുകിടക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ പറയും. വിട്ടുകിടക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. വാഹനങ്ങൾ പോകുന്ന ആരും നോക്കണ്ട, വാഹനങ്ങൾ അങ്ങനെ പോകും. അത് ആൾക്കാർ യാത്രാ സൗകര്യത്തിന് റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പോകണം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. മുഅ്മിനായ മനുഷ്യന്റെ ഉള്ളിലെ പേടി മാറണമെങ്കിൽ അപ്പുറത്തെത്തിയിട്ട് പാലം അങ്ങനെ കാണാം. ഓ, പാലം വിട്ട് കിടന്നല്ലോ, ഇനി ഒരു പ്രശ്നമില്ല. അതുവരെ പേടിയാണ്. പാലം വിട്ട് കിടക്കുന്നത് വരെ പേടി മാറൂല. അതിൻ്റെ മുമ്പൊക്കെ സന്തോഷാവസ്ഥകൾ പരലോകത്തുണ്ട്. വലം കയ്യിൽ കിതാബോ കിട്ടുമ്പോൾ ഇല്ലാത്ത സന്തോഷാവസ്ഥ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, പിന്നെ അത് പോകും. മീസാനിലിട്ട് ഇങ്ങനെ തൂക്കുന്ന സമയത്ത് ഇങ്ങനെ കനം തൂക്കുമ്പോൾ സന്തോഷാവസ്ഥ വരും, കുറച്ച് കഴിഞ്ഞാൽ അത് പോകും. സിറാത്ത് അങ്ങോട്ട് വിട്ടുകിടന്ന് അവിടെ എത്തിയിട്ട് പാലം കഴിഞ്ഞു അപ്പോഴാണ് മനസ്സിന് സ്വസ്ഥത വരിക. അതുവരെ മനസ്സിന് സമാധാനം വരൂല. അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. പാലം അങ്ങ് വിട്ടുകിടന്ന് അക്കരെ എത്തിയാൽ മുഅ്മിനായ മനുഷ്യൻ പറയും, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ
നല്ല മാർഗത്തിലേക്ക് വഴി നടത്തി തന്ന അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ മാർഗത്തിലെത്തൂലല്ലോ. ആ ഒരു സന്തോഷത്തിന്റെ ഹംദ് പറയാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ഇന്നും നാളെയും ഒരുമിച്ച് കൂടുന്ന ജൽസകൾ, മജ്‌ലിസുകൾ അതിന് അള്ളാഹു കാരണമാക്കി തരട്ടെ. നല്ലോണം ചിന്തിക്കണം. അപ്പുറത്ത് ജഹന്നമിന്റെ മുകളിലുള്ള പാലം കടന്നിട്ട് പിറകില്ല പാലം കാണുന്നത് വരെ സമാധാനം വരൂല. ആ പാലത്തിന്റെ മുകളിലൂടെ പോകുന്നവർ വ്യത്യസ്ത രൂപത്തിൽ വെളിച്ചമുള്ളവരാ. എല്ലാവരും ഒരേ വെളിച്ചം സ്വീകരിക്കുന്നവരല്ല. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വെളിച്ചം കിട്ടുന്നുണ്ട് ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന്. ആഖിറത്തിലെത്തുമ്പോ മുഴുവൻ വെളിച്ചമുള്ളവരുണ്ട്. കൈയും കാലും മാത്രം പ്രകാശിക്കുന്നവരുണ്ട്. അതേ, മുഖഭാഗം മാത്രം പ്രകാശിക്കുന്നവരുണ്ട്. ഊരയിൽ നിന്ന് തായോട്ട് മാത്രം പ്രകാശിക്കുന്നവരുണ്ട്. ഏറ്റവും വെളിച്ചം കുറഞ്ഞ ആള് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഏറ്റവും വെളിച്ചം കുറഞ്ഞ ആള് തള്ളവിരല്, കാലിന്റെ തള്ളവിരല് മാത്രം പ്രകാശിക്കുന്നു. മുഴുസമയം ഇല്ല. ചിലപ്പോ ഒരു പ്രകാശം പിന്നെ കെട്ടുപോകുന്നു. വെളിച്ചം വരുമ്പോ നിങ്ങനെ നടക്കും. കെട്ടുപോകുമ്പോ പേടിയാൻ. തായെ കാണുന്ന ജഹന്നമാ. പിന്നെയും അത് കത്തുമ്പോ മുന്നോട്ട് നീങ്ങും. പിന്നെയും കെടുന്ന സമയത്ത് നിലച്ചു പോകും. പരിഭ്രമമാണ്. അങ്ങനെ പതുക്കെ 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 അക്കരെ എത്തിയാൽ പിന്നൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. അതിൻ്റെ ഇടയിൽ വഴുതി വീണുപോയാലോ, തായോട്ട് മറിഞ്ഞു പോയാലോ സങ്കടമാണ്. തീർത്താൽ തീരാത്ത സങ്കടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഈ പ്രകാശത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിന്റെ വലുപ്പം നോക്കിയിട്ടോ, കുടുംബത്തിന്റെ തറവാട് നോക്കിയിട്ടോ, ദുനിയാവിലുള്ള സൗകര്യങ്ങള്, സംവിധാനങ്ങളെ കണക്ക് നോക്കിയിട്ടോ തരുന്നതല്ല. ഈമാനിന്റെയും അമലിന്റെയും അളവ് നോക്കിയിട്ടാണ്. ഈമാനിൽ മുൻപന്തിയിലാണോ, കർമ്മരംഗത്ത് മുൻപന്തിയിലാണോ? അള്ളാഹു ആ രണ്ട് രംഗവുമാണ് നോക്കുന്നത്. ശരീരത്തിന്റെ മികവോ, തറവാടിന്റെ മഹിമയോ, പിറന്ന നാടിന്റെ ബഹുമാനമോ, ഏതെങ്കിലും സ്റ്റാറ്റസ് ഉള്ള ജീവിതമോ ഒന്നുമല്ല. ഈമാനിന്റെ വിശുദ്ധിയും നിസ്വാർത്ഥമായ കർമ്മങ്ങളും നോക്കിയിട്ട് അതിന്റെ അളവ് നോക്കിയിട്ടാണ് ആ വെളിച്ചം കൊടുക്കുന്നത്. ആ വെളിച്ചം കിട്ടി മുന്നോട്ട് പോകുന്നവൻ അക്കരെ എത്തിയാലേ മനസ്സിന് സമാധാനം വരൂ. അതുവരെ മുഅ്മിനായ മനുഷ്യന് സമാധാനമില്ല. അതുവരെ അവന്റെ മനസ്സിന് വല്ലാത്ത താപമാണ്, വല്ലാത്ത ഖനിയാണ് അവന്റെ മനസ്സ്. കാരണം എപ്പോഴും പേടിയിലാണ്. പിന്നെ പറഞ്ഞു മുആദ്, ഇന്നൽ മുഅ്മിന ഖൈദുൽ ഖുർആൻ. മുഅ്മിനായ മനുഷ്യന്റെ കടിഞ്ഞാൻ, അവന്റെ ചെങ്ങല ഖുർആനാണ്. അൻ കസീരിൻ മിൻ ശഹവാതിഹി. മിക്ക താല്പര്യങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കുന്നത് ഖുർആൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നീ വേശ്യാവൃത്തി ചെയ്യരുത്, നീ പലിശ ഭക്ഷിക്കരുത്, നീ മദ്യപിക്കരുത്, ബാപ്പാനെ ഉമ്മാനെ ഇടങ്ങേറാക്കരുത്, കുടുംബ ബന്ധം മുറിക്കരുത്, ഭാര്യയെ പിണക്കരുത്, മക്കളെ ആക്രമിക്കരുത്, ഒരാളെയും നീ ചീത്ത പറയരുത്, ഒരാളോടും അക്രമം ചെയ്യരുത്, ഒരാളുടെ വിഹിതവും നീ അവിഹിതം സ്വീകരിക്കരുത്, അനാവശ്യമായ ഒരു സമ്പത്തും ശേഖരിക്കരുത്. താല്പര്യങ്ങൾക്ക് മുഴുവനും ഖുർആൻ വിലക്കിട്ടുപോയി. അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യൻ അടുക്കാത്തത്, കിട്ടാത്തത് കൊണ്ടല്ല. ആർക്കും കിട്ടൂലേ സഹോദരങ്ങളെ? ഖംറ് കിട്ടാത്തവരാരാണ്? പോകാൻ വഴിയറിയാത്തവരാരാണ്? സ്വകാര്യമായി പോകാൻ അറിയാത്തവരാരാണ്? വേശ്യാവൃത്തിക്ക് പോലും പെർമിറ്റല്ലേ പല നാടുകളിലും, സൗകര്യങ്ങളല്ലേ, സംവിധാനങ്ങളല്ലേ, നിശാ ക്ലബ്ബുകളല്ലേ. പക്ഷേ മുഅ്മിനായ മനുഷ്യന് ഖുർആൻ വിലക്ക് ഏർപ്പെടുത്തിപ്പോയി. ആ ചെങ്ങല മുറിക്കാതെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണ്. അറിയാത്തത് കൊണ്ടല്ല, കിട്ടാത്തത് കൊണ്ടല്ല, പറ്റാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ മാറി നിൽക്കുന്നത്. എന്തേ പറ്റാതിരുന്നത്? നാട്ടുകാര് കാണുമെന്ന് കരുതിയിട്ടാണോ? അല്ല. കൂട്ടുകാര് കാണുമെന്ന് കരുതിയിട്ടാണോ? അല്ല.
ആരാരും കണ്ടില്ലെങ്കിലും കാണുന്നവനില്ലേ, അവൻ നിർദ്ദേശിച്ച ഖുർആൻ, ആ ഖുർആനിലൂടെ അവൻ പഠിപ്പിച്ചതാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, റബ്ബ് തആല സദാ നിരീക്ഷണത്തിലാണ്. ഇരുട്ടവന് പ്രശ്നമില്ല, നാടിന്റെ മാറ്റം പ്രശ്നമില്ല, ജനസാന്നിധ്യമില്ലാത്തത് പ്രശ്നമില്ല, ആളൊഴിഞ്ഞ സ്ഥലം പ്രശ്നമില്ല, ജനങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത രൂപത്തിലുള്ള മറ പ്രശ്നമില്ല. റബ്ബിന് അങ്ങനെ ഒരു മറയില്ലല്ലോ, അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ഇരുട്ടില്ലല്ലോ. റബ്ബ് തആല സദാ നിരീക്ഷണത്തിലാണ്. അറിയാത്തത് കൊണ്ടാണോ, കിട്ടാത്തത് കൊണ്ടാണോ അങ്ങനെ ധരിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. മുഅ്മിനായ മനുഷ്യന് ഖുർആൻ വിലക്കേർപ്പെടുത്തിപ്പോയി. ആ താല്പര്യങ്ങൾ കടന്ന് നശിപ്പിക്കുന്നതിനെ തൊട്ട്, നശിച്ചു പോകുന്നതിനെ തൊട്ട് ഖുർആൻ അവനെ തടസ്സമിട്ടു. ഖുർആനല്ലേ സഹോദരന്മാരെ സദാസമയത്തും മദ്യപാനം ഒഴുകിയിരുന്ന മക്കയിലും മദീനയിലും ആ മദ്യപാനം നിർത്തലാക്കിയത് ഖുർആനാണ്. സഹോദരിമാരെ സ്ത്രീകളുടെ പീഡനങ്ങൾ വർദ്ധിച്ചിരുന്ന കാലം, പീഡനങ്ങളൊന്നില്ലാത്ത സമാധാനത്തിന്റെ അന്തരീക്ഷം കൊണ്ടുവന്നത് ഖുർആനാണ്. കുടുംബ ശൈഥില്യങ്ങൾക്ക് ഏറ്റവും പേര് കേട്ടിരുന്ന 20, 25, 30 കൊല്ലം നീണ്ട യുദ്ധങ്ങൾ നടത്തിയിരുന്നവരെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് ഖുർആനാണ്. അക്രമം ചെയ്യുന്നത് നിർത്തിയത് ഖുർആനാണ്, അനീതി ചെയ്യുന്നത് നിർത്തിയത് ഖുർആനാണ്, പന്തയം നിർത്തിയത് ഖുർആനാണ്, ലോട്ടറി നിർത്തിയത് ഖുർആനാണ്, ചൂഷണങ്ങൾ നിർത്തിയത് ഖുർആനാണ്. ഘട്ടം ഘട്ടമായതങ്ങ് നിർത്തലാക്കിയപ്പോ പിന്നെ ഖംറിനോട് അവർക്ക് വന്ന ദേഷ്യം, അനാവശ്യങ്ങളോട് അവർക്ക് വന്ന ദേഷ്യം, അനാവശ്യമായ വിനോദങ്ങളോട് വന്ന ദേഷ്യം, ഒന്ന് നോക്കാനോ ഒന്ന് കേൾക്കാനോ ഒന്നിരിക്കാനോ അവര് തയ്യാറല്ല. ആ രൂപത്തിൽ സമൂഹത്തെ വാർത്തെടുത്തു, സംശുദ്ധരാക്കി, പരിശുദ്ധരാക്കി. ആ ഖുർആനാണ് നമ്മുടെ ചെങ്ങല, ആ ഖുർആനാണ് നമ്മുടെ ചെങ്ങല, ഖുർആനാണ് നമ്മളെ തടഞ്ഞു നിർത്തുന്നത്. അതെ, അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് ഖുർആനാ നിർദ്ദേശിക്കുന്നത്. എന്തേ അത് ചെയ്താൽ റബ്ബ് തആല നിരീക്ഷിക്കുന്നുണ്ട് നിന്നെ. അതുകൊണ്ടാണ് റബ്ബ് തആല അത് ചെയ്യരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിരീക്ഷണം മറികടക്കാൻ പറ്റുന്ന ഒരാളുമില്ല, ഒരു സംഗതിയുമില്ല. അങ്ങനെ പേടിച്ച് ആ നിരീക്ഷണം ഓർത്ത് ജീവിക്കുന്ന ആളുകൾ അവര് സുരക്ഷിതരാണ്. ഫൽ ഖുർആനു ദലീലുഹു, ഖുർആനാണ് മുഅ്മിനിന്റെ വഴികാട്ടി. നമ്മുടെ വഴികാട്ടി ഖുർആനാ, നമ്മുടെ ഗൈഡ് ഖുർആനാ. ഏതെല്ലാം മാർഗങ്ങളിലൂടെ ജീവിക്കണമെന്ന് എത്ര വിശുദ്ധമായ സ്വഭാവമാ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ബാപ്പയോടും ഉമ്മയോടും നിന്റെ സ്വഭാവം എങ്ങനെയാകണം? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, അവർക്ക് നീ എപ്പോഴും വിനയത്തോടെയുള്ള സ്വഭാവം കൊടുക്കണം, വിനയത്തിന്റെ സമീപനം നീ സ്വീകരിക്കണം. നീ എപ്പോഴും താഴ്മയുടെ ചിറക് നീ വിടർത്തി കൊടുക്കണം. ഒരിക്കലും ക്ഷോഭത്തിന്റെ മുഖം കാണിക്കരുത്, വെറുപ്പിന്റെ വാക്ക് നീ വിതറരുത്, ഒരാക്ഷൻ പോലും ഉണ്ടാകരുത്, ഒരു മൗന സമീപനം പോലും ഉണ്ടാകരുത്, ഒരു മൗനത്തിന്റെ പ്രതികരണം പ്രതിരോധം പോലും ഉണ്ടാകരുത്. ഭക്ഷണം കഴിക്കാതെ നീ എങ്ങിറങ്ങി പോരുന്നത് മൗനത്തിന്റെ പ്രതികരണമാണ്. പക്ഷേ അത് ഉമ്മാക്ക് സഹിക്കൂല, ബാപ്പാക്ക് സഹിക്കൂല. എത്ര പ്രായം കൂടിയാലും, എത്ര ബുദ്ധി കുറഞ്ഞാലും, എത്ര ആരോഗ്യം കുറഞ്ഞാലും, ശരീരത്തിന്റെ സൗന്ദര്യം കുറഞ്ഞാലും അവർക്ക് ആ ഒരു രൂപഭാവങ്ങൾ വരുമ്പോ ഒരിക്കൽ പോലും ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, തിരിച്ചു വാപ്പ നമ്മെ ശല്യം ചെയ്യുന്ന വാക്ക് പറഞ്ഞാലും പ്രായം മാനിച്ച് നീ പ്രതികരിക്കരുതേ, അവരെ നീ വിരട്ടരുതേ, ഭീഷണിപ്പെടുത്തരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ,
ബഹുമാനമുള്ള വർത്തമാനം മാത്രമേ നീ പറയാവൂ. അവരിപ്പൊ നിന്നോട് സംസാരിക്കുന്നത് ബുദ്ധിയുടെ കുറവ് കൊണ്ട്. നിന്നോടൊരാളും സംസാരിക്കാത്ത രൂപത്തിലാ സംസാരിക്കുന്നത്. എന്താ അങ്ങനെ സംസാരിക്കാൻ കാരണം? നിന്നെ മകനായി കാണാത്തത് കൊണ്ടോ, മകളായി കാണാത്തത് കൊണ്ടോ, മരുമകളായി സ്വീകരിക്കാത്തത് കൊണ്ടോ, വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടോ ഒന്നുമല്ല. പ്രായാധിക്യത്തിന്റെ അവശത കൊണ്ട് വന്നതാണ്. പക്ഷേ നിന്റെ ഭാഗത്തുനിന്ന് തിരിച്ചുള്ള പ്രതികരണം ഖൗലൻ കരീമാ, നല്ല വാക്കേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ എന്തെങ്കിലും ഒരു സൽക്കർമ്മത്തിന് ഒരാൾ പോകുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സന്തോഷമാ സഹോദരങ്ങളെ. നമ്മളെ സദസ്സിൽ കൂടും പോലെയല്ല, ഏതെങ്കിലും ഒരു സയ്യിദിന്റെ സദസ്സിൽ കൂടും പോലെയല്ല, ഒരു ആലിമിന്റെ സദസ്സിൽ കൂടും പോലെയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒരു സുഹൃതത്തിന് പോകാൻ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് എത്രമാത്രം സന്തോഷമാണ്. യമനിൽ നിന്നൊരാള് മദീനയിലേക്ക് എത്ര കഷ്ടപ്പെട്ടാ വന്നത്. മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. എന്തിനാ വന്നത്? തങ്ങളോടൊപ്പം ഒരു ധർമ്മസമരത്തിൽ സംബന്ധിക്കാൻ വന്നതാണ്. പാപ്പിയമ്മയൊക്കെ ഉണ്ടോ വീട്ടില്? ആദ്യ ചോദ്യം, പാപ്പിയമ്മയും വീട്ടിലുണ്ടോ? ഉണ്ട്. നിങ്ങൾ പോരുമ്പോ എന്താ ഓലൊക്കെ അവസ്ഥ, പ്രതികരണം? ഞാൻ പടി ഇറങ്ങുമ്പോ ബാപ്പയും കരഞ്ഞു, ഉമ്മയും കരഞ്ഞു. രണ്ടാളും കരഞ്ഞോ? തിരിച്ചു പോണം, തിരിച്ചു പോണം യമനിലേക്ക്. അവരെ സന്തോഷിപ്പിക്കണം, അവരെ ചിരിപ്പിക്കണം, അവർക്ക് സമാധാനം കൊടുക്കണം. എൻ്റെ കൂടെ വരാൻ പറ്റൂല, എൻ്റെ കൂടെ വരാൻ പറ്റൂല. എത്ര കഷ്ടപ്പെട്ടാണ് യമനിൽ നിന്ന് ആ സ്വഹാബി മദീനയിലേക്ക് എത്തിയത്. എന്താണ് ആ സ്വഹാബിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ മോഹം? ഒരിക്കലെങ്കിലും ഒരു ധർമ്മസമരത്തിലെങ്കിലും തങ്ങളോടൊപ്പം ഒന്ന് കൂടണം ആശിച്ചു വന്നതാണ്. പടിയിറങ്ങുമ്പോൾ ബാപ്പയും ഉമ്മയും ഒരിറ്റ് കണ്ണീരൊന്ന് പൊഴിച്ചത്. എത്രയാണ് അതിൻ്റെ വില? നല്ലോണം ആലോചിക്കണം. പരിശുദ്ധ ഖുർആനാണ് ഈ സ്വഭാവങ്ങൾ പകർത്തിത്തരുന്നത്. ഇപ്പോഴൊന്നും അതുമല്ല, അതിൻ്റെ അപ്പുറത്തേക്കാണ്. വലാ തഖുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ വളരെ താഴേക്കടിയുള്ളൊരു വാക്കാണ് അള്ളാഹ് ഉപയോഗിച്ചത്. ഇനി അതിലപ്പുറം പറയാനില്ല അറബിയിൽ. വലാ തഖുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതിക്ക് നിങ്ങൾക്ക് പിടിക്കാത്തതുകൊണ്ട് ഹേയ് എന്നൊരു ആ വർത്തമാനം പോലും പറയാൻ പറ്റാത്തൊരു ശ്രേഷ്ഠ വിഭാഗം എന്ന് പറഞ്ഞാൽ അപ്പുറം എങ്ങനെ പറഞ്ഞുതരാ? ഏറ്റവും താഴ്ന്ന രൂപത്തിലുള്ളൊരു വാക്കാ പറഞ്ഞത്. ഇനി അപ്പുറം പറഞ്ഞാൽ അതിൻ്റെ സെന്റൻസ് കൂടി അവർക്ക് മേലോട്ടാ. ഐ എന്ന് പറയുന്ന എന്താണ് ഈ പണി ചെയ്യുന്നത്, എന്താ നിങ്ങൾ പറഞ്ഞു, ആ ഒരു വാക്ക് പോലും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മേലോട്ടുള്ളതൊക്കെ ഡിഗ്രി കൂടിയതാ. അതിലപ്പുറം ഒന്നും കടക്കാൻ പാടില്ല, അതിൽ താഴോട്ടിഞ്ഞ് പറയാനില്ല. ആ ഒരു ശൈലി ലോകത്ത് പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാണ്. നമ്മളെ വഴികാട്ടി ഖുർആനാണ്. നമ്മളെ സ്വഭാവം ക്രമീകരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ഭാര്യമാരോടുള്ള പെരുമാറ്റം ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറേണ്ടത്, അവരോടെങ്ങനെയാ സ്വഭാവം സ്വീകരിക്കേണ്ടത്. എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുമ്പോഴേക്ക് 300, 300, 30,000, 3000 ത്വലാഖ് പ്രഖ്യാപിക്കലല്ല. വല്ലതീ തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന. അനുസരണക്കേട് നിങ്ങൾ പേടിക്കുന്ന ആളുകളാണോ സഹധർമ്മിണികൾ, മനസ്സിന് കുളിരാകുന്ന രൂപത്തിൽ ഉപദേശം കൊടുക്കണം. അവരെ വിഷമിപ്പിക്കുന്ന ഉപദേശം ഓപ്പണായി കൊടുക്കരുത്. നിങ്ങൾ രണ്ടുപേരും സംഗമിക്കുന്ന അറയിൽ വെച്ച് അവരെ മനസ്സിനെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ഏതെല്ലാം രൂപങ്ങൾ, ഭാവങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ സത്യമായ ഉപദേശങ്ങൾ കൊടുത്തവരെ നന്നാക്കണം. ഫഇദൂഹുന്ന. ആദ്യപടി അല്ലാഹു തആല പറഞ്ഞത് ഉപദേശം കൊടുക്കലാണ്. ഉപദേശം കൊടുക്കാനും കഴിയില്ല, പോകണേ പോട്ട് ഇനി വേറെ എത്ര കിട്ടാണ്ട് എന്നല്ല നോക്കല്. നല്ലോണം ഉപദേശം കൊടുക്കണം. അവര് നമുക്കൊരു സഹായത്തിനാണ് അല്ലാഹു തആല തന്നത്. നമ്മുടെ ഇണകൾ നമ്മുടെ ജീവിതത്തിന്റെ സഹായികളാണ്. അടിമകളല്ല, അങ്ങനെ കരുതണ്ട. അടിമകളല്ല, വേലക്കാരികളുമല്ല, പിന്നെ സഹായികളാണ്. അവരോടൊപ്പം നിന്നിട്ട് നല്ല ജീവിതം പടുത്തുയർത്തണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലെത്തിയാൽ നിങ്ങൾ നോക്ക്, 9 ഭാര്യമാരും ആ വീട്ടിലേക്ക് വരും തങ്ങളെ കാണാൻ, ചുറ്റും കൂടി നിന്ന് സംസാരിക്കാൻ. ഇങ്ങനെ ഉണ്ടാ ഒരു സന്തോഷം.
പകല് ഏതെങ്കിലും വീട്ടിൽ തങ്ങളെത്തിയാൽ ബാക്കി എല്ലാ റൂമുകളിൽ നിന്നും 9 ആളും വന്ന് ചുറ്റും ഇരുന്ന് സംസാരിക്കാണ്. എന്തൊരു സന്തോഷം ഉണ്ടാവും. ആ സംസാരത്തിന്റെ നടുവിൽ തങ്ങളങ്ങനെ ഇരുന്ന് അവരുടെ സംസാരങ്ങൾ അങ്ങനെ കേൾക്കും. ചിലപ്പോൾ ഒരു ഭാര്യ മറ്റേ ഭാര്യനെ ക്രോസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഒരു സ്വാഭാവികമായ രൂപത്തിൽ കണ്ടാൽ മതി. അവിടെ കന്ന് ചാടി ഹോ ഹി ഹു അങ്ങനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നല്ലവരാരാന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, സ്വന്തം കുടുംബത്തോട്. അവരിപ്പം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഒരു കാര്യം നമ്മളോട് പറയുന്നത്. അതവരെ മനസ്സിൻ്റെ വേദന കൊണ്ടാണ്. നമ്മളെ സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ഉപദേശം നല്ല കാര്യം കൊടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിക്കും, ഞാൻ കുറച്ച് പറഞ്ഞ് കൂടുതലായിപ്പോയില്ലേ. അപ്പോൾ അവർ വന്ന് അടുത്തിരുന്നിട്ട് ഞാൻ ദേഷ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞാണ്, സാരല്ല, പ്രശ്നമില്ല, ഞാൻ അപ്പോഴേ വിഷയാക്കിയിട്ടില്ല. അങ്ങനെ തണുപ്പിക്കാൻ കഴിയും. അവർ ഒന്ന് ദേഷ്യം കൊണ്ട് പറയുമ്പോൾ നമ്മൾ 10 ദേഷ്യം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞാൽ മൂർച്ച കൂടുക. മൂർച്ച കൂടുമ്പോൾ നമ്മളെ ഈ കാലഘട്ടത്തിൽ വിവരം കുറവായതുകൊണ്ട് പിന്നെ ഇങ്ങനെ തരും, കത്തി എവിടെയെങ്കിലും ഉണ്ടോ, എവിടെയെങ്കിലും മഴ ഉണ്ടോ, എവിടെയെങ്കിലും പാറക്കല്ലുണ്ടോ, കല്ലുണ്ടോ. ഇതാ മനുഷ്യന്മാർ നോക്കുക. നല്ല സമീപനങ്ങളാണ് ഏറ്റവും വലിയ പൊരുത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ അങ്ങനല്ലേ? തങ്ങൾ വീട്ടിലേക്ക് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നോക്ക്. നിങ്ങൾ വീട്ടിലേക്ക് തങ്ങളൊരു ദിവസം കയറി വന്നപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? അപ്പോൾ ഭാര്യമാർ പറഞ്ഞു, പത്തിരി ഉണ്ട്. പത്തിരി എന്ന് പറഞ്ഞാൽ ഹുബസ്, റൊട്ടിയാണ്. നമ്മളെ നാട്ടിൽ നൈസ് പത്തിരി അല്ല. അത് നിങ്ങൾ കഴിച്ചിട്ടില്ല എന്ന ഹദീസിൽ. റൊട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ വായൻ്റെ ഇലയിൽ ഇങ്ങനെ ചുണ്ണ ഒരു കട്ടിയുള്ള റൊട്ടിയില്ലേ, ആ റൊട്ടി. ഇപ്പോഴത്തെ റൊട്ടി ഇല്ല, ഇപ്പോഴത്തെ റൊട്ടി സ്മൂത്തായതാണ്. പഴയ കാലത്തെ റൊട്ടി, ആ റൊട്ടി ഇപ്പം ഉണ്ടാവുമെന്ന് അറിയില്ല. വായൻ്റെ ഇലയ്ക്ക് ചുണ്ണ, വായൻ്റെ ഇല ഇങ്ങനെ എടുത്തിട്ടാണ് അത് കഴിക്കല്. രാവിലെയുള്ള ഉച്ചവരെ ആകുമ്പോൾ കുറച്ച് നല്ല ആരോഗ്യത്തോടെ മടക്കേണ്ടി വരും. ഒരു ദിവസം കഴിയുമ്പോൾ പിന്നെ കുറച്ചുകൂടി ഡിഗ്രി കൂടുകയില്ല, അത്രയും കട്ടി ഇങ്ങനെ കൂടും. ഈ കട്ടിയുള്ള റൊട്ടി ഉണ്ടെന്ന് പറഞ്ഞു. തങ്ങൾ വെച്ചാൽ റൊട്ടിയുള്ളൂ, കൂട്ടാനൊന്നുമില്ലേന്ന് വെച്ചു. അത് നമ്മൾ ചോദിക്കുമല്ലോ, കൂട്ടാനൊന്നുമില്ലേ? കൂട്ടാനില്ലേന്ന് ചോദിച്ചപ്പോൾ കൂട്ടാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? സുർക്ക ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെ പുര കയറിയിട്ട് നമ്മളോട് സുർക്ക കൂട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഹാലെന്താവും? ഇന്ന് പത്തിരിക്ക് സുർക്കയാണ് കൂട്ടാന്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കറി വേണം. ഇന്ന് കറി ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ക്ഷീണം കൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് അവിടെ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. പശുവിൻ നെയ്യാണ്, അത് കൂട്ടിയിട്ടൊന്ന് കഴിച്ചോളൂ. നെയ്യ് നമ്മൾ പറഞ്ഞ കുറേ വർത്താനം ഈ മൈക്കിലൂടെ പറഞ്ഞ ഓൺലൈനിൽ ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു നീതും പറയാൻ പാടില്ല. സുർക്ക എന്ന് പറഞ്ഞ സംഗതി കൂട്ടാനായിട്ട് സുർക്ക ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ആ പറഞ്ഞ ആളോട് പറഞ്ഞ മറുപടി, നിഅമൽ ഉദുമുൽ ഖൽ, സുർക്ക നല്ല കൂട്ടാനാ കൊണ്ടുവരുന്ന. നമ്മൾ സുർക്ക വേറെ ആർക്കും കൊടുത്തോളി എന്നേക്കാരം പറയാം അല്ലേ? അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു മാന്യത ഉണ്ടെങ്കിൽ അത് നിങ്ങളും കുട്ടികൾ തന്നെ തിന്നോളി, എനിക്ക് വേണ്ടാന്നായിരിക്കും പറയാം. പക്ഷെ തങ്ങളത് വേണ്ടാന്നല്ല പറഞ്ഞത്. അതൊരു കൂട്ടാനായിട്ട് കരുതിയിട്ട് തന്നെയാണ് തങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. അതൊരു കൂട്ടാനായിട്ടൊരു അഭിപ്രായപ്പെട്ടില്ലേ, പറഞ്ഞില്ലേ, മതി. ഇനി അങ്ങനെ കൂട്ടാനൊന്നും ഇല്ലേ, എന്നാ പിന്നെ അതിൻ്റെ പേര് വാശിയും വേറൊന്നുമില്ല. അത് ഒന്നുകിൽ ജെയ്ത്തിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ടോ നനച്ചിട്ട് അങ്ങോട്ട് തിന്നും. അങ്ങനെയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വന്തം കാര്യം നിർവഹിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരാളെയും തങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല, ശപിച്ചിട്ടില്ല. ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല ജീവിതകാലത്തൊരിക്കലും. അധ്വാനിച്ച് ചൂടൊക്കെ സഹിച്ച് നല്ല മീനൊക്കെ ഒന്ന് പൊരിച്ച് റെഡിയാക്കി, മറ്റേലൊക്കെ ഒന്ന് വറവിട്ട് കറിയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് ഈ ഭക്ഷണം കാണുമ്പോഴേക്ക് തന്നെ നമ്മൾ ദ്വാരക്കണം, അല്ലാഹ് അതൊക്കെ ഉണ്ടാക്കി തന്ന നമ്മളെ സഹായിയായ സഹകാരിയായ. അപ്പോൾ ചിലർ പറയും, ഉസ്താദ് ഇതിനല്ലേ കിട്ടിക്കൊണ്ടുവന്ന്. നല്ലട്ടോ, ഞാൻ ആ ബാബു തുറന്ന ഞങ്ങൾ പറയും ഫുള്ള് പെണ്ണുങ്ങൾക്ക് അനുകൂലമെന്ന് പറയും. ഞാനിപ്പോൾ തുറക്കുന്നില്ല, നേരമില്ലാത്തതുകൊണ്ടാണ്. ഉസ്താദോട് ചോദിച്ചു നോക്കി. അല്ല, നമ്മളൊരു സഹായത്തിന് നമ്മളുള്ള സ്നേഹം കൊണ്ട് ചെയ്തു തരാം. സന്തോഷത്തോടെ അത് സ്വീകരിച്ച് അടുത്തിരുത്തി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഒന്ന് എന്താ കാര്യം ഉണ്ടാക്കി ഇങ്ങനെ പൊരിക്കല്, അടച്ചോനാറെങ്ങനെ ഇയാൾക്ക് 5 സ്റ്റാറിലെ ഭക്ഷണമേ പറ്റുള്ളൂ, അവിടുത്തെ ഭക്ഷണമൊന്നും പറ്റില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു കഴിവ്, നല്ല ടേസ്റ്റ് രുചിയുണ്ടതിന്, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഒരു പോരാത്ത ആൾക്കാരാവില്ലേ, അതിന് പറയാ ചിലര്. അങ്ങനെ പറയാൻ പാടില്ല, ഇത് സ്വഭാവക്കേടാണ്. നല്ല സ്വഭാവത്തോടെ വർത്തിക്കണം. ആ ഭാര്യമാരെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെപ്പറ്റി അനിഷ്ടകരമായ ഒരു വാക്ക് പറഞ്ഞ അപ്പൊ തങ്ങൾ തിരുത്തും. അങ്ങനെ പറയരുതെന്ന് പറയും, അങ്ങനെ പറയരുതെന്ന് പറയും. കണ്ടാ, അനിഷ്ടകരമായ ഒരു വാക്ക് സ്വാഭാവികമായി വന്നുപോയാൽ തന്നെ തങ്ങൾ പറയും അങ്ങനെ പറയരുത്, അതെനിക്ക് സഹിക്കൂല.
ഉടനെ തിരുത്തി കൊടുക്കും. അതൊരു വിശുദ്ധിയാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മളെ സമീപനങ്ങൾ, വിശുദ്ധ ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ഖുർആൻ സ്വീകരിക്കാൻ പറഞ്ഞത് മുഴുവനും സ്വീകരിക്കണം. ഖുർആൻ നമ്മളോട് ഒഴിവാക്കാൻ പറഞ്ഞത് ഒക്കെ ഒഴിവാക്കണം. പരിശുദ്ധ ഖുർആൻ വർജിക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ് നാട്ടില് നടമാടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ ചൂഷണങ്ങൾ. ഖുർആൻ വളരെ കൂടുതൽ അതിനെ എതിർത്തിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ചൂഷണോപാധികമായി നിങ്ങൾ സമ്പത്ത് സമ്പാദിക്കരുത്. അത് നിങ്ങൾ വർജിക്കണം, നിങ്ങൾ വിജയിക്കാൻ. പഴയ കാലത്തും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതിന്റെ മോഡൽ മാറിയിട്ട് വ്യത്യസ്ത രൂപത്തിൽ ചൂഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തലാക്കി. ജാഹിലിയ്യ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു പലിശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ അവസാനത്തെ പ്രഭാഷണം നടത്തുമ്പോ ഹജ്ജത്തുൽ വദായിൽ തങ്ങൾ പറഞ്ഞില്ലേ, ഇനി പഴയ കാലത്തെ പലിശയുടെ കണക്ക് പറഞ്ഞിട്ട് ആരും തമ്മിൽ തല്ലരുത്. ആ കണക്ക് മുഴുവനും എന്റെ കാൽപാദത്തിന്റെ കീഴിൽ ഞാനിതാ കുഴിച്ചിട്ടിരിക്കുന്നു. ഇനി ആ കണക്ക് പറയരുത്, അത് കഴിഞ്ഞു പോയി. ഇനി ആ കണക്കുമായി വന്നിട്ട് ജനങ്ങൾ തമ്മിൽ തല്ലരുത്. ഖുർആന് നമ്മുടെ വഴികാട്ടിയാണ്. അതേ, വൽ ഖൗഫു മഹജ്ജതുഹു, നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനോടുള്ള പേടിയാണ്, ഭയമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. റബ്ബ് തആല നോക്കൂലേ, അവൻ കാണൂലേ? അതാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രധാനപ്പെട്ട മാർഗം, നമ്മുടെ ലക്ഷ്യമാർഗം അതാണ്. റബ്ബ് തആല അറിയും, കാണും, അല്ലാഹു തആല രേഖപ്പെടുത്തും എന്ന നിലക്കുള്ള ഒരു പേടി, അത് വല്ലാത്ത പേടിയാണ്. ആ പേടി നമ്മുടെ മനസ്സിനകത്ത് കടന്നുകൂടിയാൽ ഒരുപാട് വിഷയങ്ങൾക്ക് നമുക്ക് എളുപ്പമാണ്. ദുനിയാവും എളുപ്പമാണ്, ആഖിറവും എളുപ്പമാണ്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തവണ ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ടുണ്ട്. രാത്രി ഇങ്ങനെ നടക്കുമ്പോ ഒരു വീട്ടിൽ നിന്ന് അറബി സഹോദരിമാരുടെ വീട്ടിൽ നിന്ന് വാതിലൊക്കെ കൊട്ടിയടച്ച വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്നൊരു പാട്ടുണ്ട്. തത്വാവല ഹാദൽ ലൈലു വസ്വറ ജാനിബു വറഖനി അല്ലാ ലജീഉൻ ഉലാഇബു ഫവല്ലാഹി ലൗലല്ലാഹു ലാ ശൈഅ ഗൈറഹു ലഹറക മിൻ ഹാദസ് സരീരി ജവാനിബു വബിത്തു ഉലാഹി ഗൈറ ബിദഇൻ മുലഅനി ലത്തീഫുൽ ഹശാ ലാ യഹ്തബിഹി മലാജിഉ യുലഈബുനി തൗറൻ വതൗറൻ കഅന്നമാ ബദാ ഖമറൻ ഫീ ളുൽമത്തിൽ ലൈലി ഹാജിബു വലകിന്നനി അഖ്ശാ റഖീബൻ മുവക്കിലാ ബിഅൻഫുസിനാ ലാ യഫ്തരി ദഹ്റു കാതിബു. പെണ്ണിന്റെ പാട്ട് ഇങ്ങനെ കേട്ടു ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിനെ അടയാളം വെക്കാൻ വേണ്ടി പറഞ്ഞു കൂടുള്ള ആളോട്, ആ പെണ്ണേതാണെന്നും എന്താണ് വിഷയം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഈ പദ്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. എന്താണ് ആ പെണ്ണ് പാടുന്നത്? പാതിരാത്രി എന്താ പാടുന്നത്? തത്വാവല ഹാദൽ ലൈൽ, രാത്രി ഇങ്ങനെ ദീർഘിച്ചു പോയി, എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. കാരണം എൻ്റെ കൂടെ കിടക്കാനുള്ള പ്രിയതമൻ എൻ്റെ ഭർത്താവ് കൂടെയില്ല. ഫവല്ലാഹി ലൗലല്ലാഹു ലാ ശൈഅ ഗൈറഹു, അള്ളാഹുവിന്റെ നിരീക്ഷണമില്ലെങ്കിൽ, അള്ളാഹുവിനോടുള്ള പേടിയില്ലെങ്കിൽ ലഹറക മിൻ ഹാദസ് സരീരി ജവാനിബു, ഈ കട്ടിലിന്റെ ഭാഗങ്ങളൊക്കെ കുലുങ്ങുന്ന അനങ്ങുന്ന രീതിയിൽ നല്ല ആളുകളെ വിളിച്ചിട്ട് എനിക്ക് സുഖിക്കാം. പക്ഷേ റബ്ബിന്റെ നോട്ടമുണ്ടല്ലോ, അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ടല്ലോ, നിരീക്ഷണത്തിന് അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളുണ്ടല്ലോ, എത്ര എഴുതിയാലും അവർ ക്ഷീണിക്കൂലല്ലോ. ആ ഒരു ബോധം കൊണ്ടാണ് ഞാൻ ആരെയും വിളിക്കാത്തത്. എന്നിട്ട് ആ പെണ്ണ് ആ വീട്ടിന്റെ മുകളിൽ നിന്നിട്ട് പറയുന്നു,
ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ താഴെ നിന്ന് കേൾക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുന്നുള്ളത് ഈ പെണ്ണിനെ അറിയുന്നില്ല. അഷ്കൂ ഉമർ ഇബ്നുൽ ഖത്താബ് വഹ്ശതി ഫീ ബൈതി വഗൈബത സൗജി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഞാൻ പരാതിപ്പെടുന്നു, ഞാൻ ഈ വീട്ടിൽ ഏകയാണ്, ഒറ്റക്ക് താമസിക്കുന്ന പെണ്ണാണ്. വഗൈബത സൗജതി, എന്റെ ഭർത്താവ് എന്നിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. വഖില്ലത നഫഖതി, എനിക്കുള്ള ചെലവ് കുറവാണ്, എനിക്കും എന്റെ മക്കൾക്കും ചെലവിനുള്ളത് കുറഞ്ഞു പോയിട്ടുണ്ട്. പിറ്റത്തെ ദിവസം നേരം വെളുത്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലെ പെണ്ണിന് വേണ്ട അത്ര ചെലവും വസ്ത്രങ്ങളും കൊടുത്തയച്ചു. ആ ഭർത്താവ് ജോലി ചെയ്യുന്ന നാട്ടിലുള്ള ഗവർണർക്ക് കത്തെഴുതി പെട്ടെന്ന് അയാള് നാട്ടിലേക്ക് വരണം. പിന്നെ ഭർത്താക്കന്മാരെ വിദേശത്തുള്ള ആളുകളിലേക്ക് മൊത്തം ഉമർ റളിയല്ലാഹു അൻഹു എഴുതി അയച്ചു. ചോദിച്ചു തന്റെ സ്വന്തം മകളോട്, ഹഫ്സ, ഭർത്താവില്ലാതെ ഒരു പെണ്ണ് എത്ര കാലം ഒറ്റക്ക് സഹിച്ചു മുന്നോട്ട് നീങ്ങും? 2 റിപ്പോർട്ട് കാണാം ഹദീസിൽ. 4 മാസമെന്നും 6 മാസമെന്നും കാണാം. ഉമർ റളിയല്ലാഹു അൻഹു നിയമം നടപ്പിലാക്കി. പുറത്തു പോകുന്ന ഭർത്താക്കന്മാർ 6 മാസം കഴിഞ്ഞാൽ ഉടനെ നാട്ടിലെത്തിക്കൊള്ളണം. എല്ലാ ഭാഗങ്ങളിലേക്കും കത്തെഴുതി. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ആ ഒരു ബുദ്ധി, ഒരു പെണ്ണിന്റെ ആ ഒരു സംസാരം, ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയങ്ങളിലേക്ക് മുഴുവനും ശ്രദ്ധ തിരിച്ചു. ആ പെണ്ണ് പാതിരാത്രിയിൽ സുഖിക്കാൻ ആളെ കിട്ടാഞ്ഞിട്ടല്ല, സൗന്ദര്യം കുറവുണ്ടായിട്ടല്ല, പക്ഷേ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞതാണ്. ഒറ്റക്ക് താമസിക്കുന്ന വീട്ടിലും ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോ നാട്ടുകാരും കാണാത്ത രൂപത്തിൽ തെറ്റിന് അവസരം വരുമ്പോ മുന്നിലേക്ക് എപ്പോഴും വരേണ്ടത് ഖൗഫുല്ലാഹ്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടിയാണ്, അവന്റെ നിരീക്ഷണമാണ് ഓർക്കേണ്ടത്. ആ ഒരു പേടിയുണ്ടെങ്കിൽ ദുനിയാവിലല്ല ആഖിറത്തിലും രക്ഷയാണ്. അത്തരത്തിലുള്ള പേടി കൊണ്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ തെറ്റിൽ നിന്ന് മാറ്റി എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. പഴയ കാലത്ത് ജീവിച്ചു പോയവരിൽ നിങ്ങൾ കണ്ടില്ലേ, മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, പഴയകാലത്തെ ആളുകളെ കൂട്ടത്തിൽ ഒരു കൊല്ലപ്പണിക്കാരൻ, അദ്ദേഹം അതാ ചൂടുള്ള ഇരുമ്പ്, ചൂടുള്ള പടുപ്പിച്ച ഇരുമ്പ് നേരെ നേരെ കൈകൊണ്ടിങ്ങനെ തൊട്ടിട്ട് കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ മേടി ശരിയാക്കും. അങ്ങനെ ഒരു സ്വഭാവം കണ്ടപ്പോൾ ആൾക്കാരൊക്കെ വന്നു ചോദിച്ചു, അല്ല, തീയൊരു പക്ഷേ നമ്മളെ കയ്യിലേക്ക് എത്തിയാലും തീ കൊണ്ട് പൊഴിപ്പിച്ച് തൊടാൻ കഴിയില്ല, തീയിൽ പഴുത്ത ഇരുമ്പ് അത് തൊടാൻ കഴിയില്ല, അതിന് ഡിഗ്രി കൂടുതലാ, പൊള്ളിയിട്ട് കൈയും കൊണ്ട് എടുക്കും നമ്മൾ. ഈ കൊല്ലപ്പണിക്കാരൻ നല്ല പഴുത്ത ചുട്ട് പഴുത്ത് ചൂടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇരുമ്പ് നേരെ കയ്യിൽ പിടിച്ചിട്ട്, ഒരു കയ്യിൽ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ മേടി ശരിയാക്കും. നേരെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന കണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതെന്താ സംഭവം? ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യം ഉണ്ടല്ലോ. കാരണം നാട്ടിലെവിടെയും കാണാത്തൊരു കാഴ്ചയാണത്. ഞങ്ങളെ നാട്ടിലൊക്കെ സാധാരണ ഉണ്ടാകല് ഇങ്ങനെ പഴിപ്പിച്ച് വെച്ചാൽ പിന്നെ അങ്ങോട്ട് ഇറക്കി വെക്കും. പിന്നെ അതിന്റെ ചൂട് ഇങ്ങനെ മാറി ആ ചുവപ്പൊക്കെ ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൊണ്ട് വയ്ക്കും, ഒന്നുകൂടി വേഗം തണുത്തോട്ട് എഴുതിയിട്ട്. എന്നിട്ട് പിന്നെ അതിനെ തൊടാതെ വേറെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ മേടിക്കൊടുക്കും. ഡയറക്റ്റായി കൈകൊണ്ട് തൊടലില്ല. ഒരു ഇരുമ്പിന്റെ ഒരു മേട്ടി കയ്യിലുണ്ടാകും, ഇപ്പുറത്ത് അത് നീങ്ങാതിരിക്കാൻ വേണ്ടി, അതിലെ കീടങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി വേറെ ഒന്നുകൊണ്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ മേടല. അങ്ങനെ പതിവ്. നിങ്ങളിത് നേർക്ക് നേരെ കൈകൊണ്ട് തൊടുന്നു, നേർക്ക് നേരെ എടുക്കുന്നു, എന്താ സംഭവം? ആ മനുഷ്യൻ പറഞ്ഞു, അതെന്താണെന്നറിയോ? അതേ, ഞാനൊരു പെണ്ണിനെ വല്ലാതെ പ്രേമിച്ചു. പ്രേമിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കണം, പ്രേമം എന്ന് പറയുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നിക്കാഹിന് ശേഷം ഇസ്ലാം നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അനുവദനീയമായ മാർഗത്തിന് ശേഷം. നേരത്തെ ഒരു പ്രേമമുണ്ടോ? ഇല്ല. നേരത്തെ പ്രിയവും സ്നേഹവും ഉണ്ട്. അത് സ്വന്തം മാതാവിനോടും പെങ്ങന്മാരോടും വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീകളോടുമാണ്. ബഹുമാന പുരസ്സരമുള്ള സ്നേഹമാണ്. ഈ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ജാതിയിലുള്ള പ്രേമമില്ലേ? ഇസ്ലാമിൽ അതിന് അടിസ്ഥാനവുമില്ല. നിക്കാഹ് ചെയ്ത ശേഷം അങ്ങനെ ആവാം, അത് നല്ലതാണ്. സംസാരവും പ്രേമവും പ്രിയൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. നേരത്തെ അങ്ങനത്തെ ഒരു അവസ്ഥക്ക് ഒരാൾക്കും പെർമിറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇസ്ലാമിലും ഇല്ല. ഈ കൊല്ലപ്പണിക്കാരൻ പറയുന്നു, ഞാനൊരു പെണ്ണിനെ വല്ലാതെ സ്നേഹിച്ചു,
ആ പെണ്ണിനാണെങ്കിൽ ഭർത്താവുണ്ട്. ഞാൻ ആ പെണ്ണിനോട് പലതവണ എന്റെ ശരീരത്തിന്റെ ആവശ്യം നിറവേറ്റി തരണമെന്ന് പറഞ്ഞു. പലപ്പോഴും ഞാൻ സമ്പത്ത് കൊടുത്തയച്ചു. പക്ഷേ ആ പെണ്ണ് എന്നോട് പറഞ്ഞ മറുപടി, ഇന്നലീ സൗജൻ, എനിക്ക് ഭർത്താവുണ്ട്, എന്റെ താല്പര്യം നിറവേറ്റി തരാ നിങ്ങളെ ആവശ്യമില്ല, നിങ്ങളെ സമ്പത്തും എനിക്ക് വേണ്ട, എന്റെ ചെലവൊക്കെ എന്റെ ഭർത്താവ് നോക്കുന്നുണ്ട്, അതുകൊണ്ട് സമ്പത്ത് തന്നിട്ട് എന്നെ പാട്ടിലാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. എന്റെ വിചാരങ്ങൾ നിർവഹിക്കാൻ ഹലാലായ വഴിക്ക് അല്ലാഹു തആല ഒരു ഇണയെ തന്നിട്ടുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഭർത്താവ് മരണപ്പെട്ടു. ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, നിന്നെ ഞാൻ വിവാഹം ചെയ്യട്ടെ? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ട. എന്തേ വേണ്ട എന്ന് പറഞ്ഞത്? അയാൾ വിവാഹത്തിന് പറ്റുന്ന ആളല്ലാത്തത് കൊണ്ടല്ല. ഉരീദു ഇതിലാല ഔലാദി, നിങ്ങളെ ഞാൻ വിവാഹം ചെയ്താൽ പിന്നെ ഈ യതീം മക്കളെ ശ്രദ്ധ എന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. നിങ്ങളിലൂടെ ഉണ്ടാകുന്ന കുട്ടിയിലാകും എന്റെ ശ്രദ്ധ. അതുകൊണ്ട് എന്റെ മക്കളൊക്കെ വളർന്നു വലുതായി സ്വന്തം നിലയിലെത്തിയിട്ട് അങ്ങനെ ഒരു താല്പര്യം എനിക്ക് ബാക്കിയുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. എന്റെ മക്കളെ ഒഴിവാക്കാൻ എനിക്ക് ലക്ഷ്യം കിട്ടുന്നില്ല. നിങ്ങളുമായി ഞാൻ അങ്ങനെ ഒരു ബന്ധത്തിന് തുനിഞ്ഞാൽ എന്റെ മക്കള് പായായി പോകുമോ എന്നൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് വേണ്ട. കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ ഈ പെണ്ണ് പറ്റ ദരിദ്രയായി മാറി. സ്വന്തം മക്കളെ പോറ്റാൻ വകുപ്പില്ലാതെ വിഷമിച്ചപ്പോ ഒരു ദിവസം ഈ പെണ്ണ് എന്റെ അടുത്തേക്ക് ഒരാളെ വിട്ടു, വല്ലതും കടമായിട്ട് തരുമോ, എന്റെ കുട്ടികൾക്ക് ചെലവ് കൊടുക്കാനാ. അപ്പോൾ ഈ കൊല്ലപ്പണിക്കാരൻ പറഞ്ഞ ആ പെണ്ണിനോട് നേർക്ക് നേരെ വരാൻ പറയൂ. ആ പെണ്ണ് വന്നു. വല്ല സമ്പത്തും കടായിട്ട് കിട്ടുന്നേണ്ടി വന്നതാ. അപ്പൊ ആ പെണ്ണ് വന്നപ്പോ ഇയാള് പറഞ്ഞു, നിനക്ക് ഉദ്ദേശിച്ച അത്രയും കാശ് ഞാൻ തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഉദ്ദേശിക്കുന്ന അത്രയും പണം ഞാൻ തരും, പക്ഷേ എൻ്റെ ആവശ്യം നീ നിറവേറ്റി തരണം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. കുറെ കാലങ്ങളായി, വർഷങ്ങളായി നീ വിവാഹം ചെയ്ത അന്ന് മുതൽ ഞാൻ നിന്റെ ശരീരം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ച്, പിന്നെ നിന്റെ ഭർത്താവ് മരണപ്പെട്ട് നിന്നെ വിവാഹത്തിനും ആഗ്രഹിച്ചു. അപ്പോൾ നീ മക്കളെ ഓർത്ത് സമ്മതിച്ചില്ല. ഇപ്പൊ നീ എന്റെ അടുത്തെത്തി, ഞാൻ നിനക്ക് സമ്പത്ത് തരണോ? എന്റെ ലക്ഷ്യം സാധിപ്പിച്ചു തരുന്നവരെ നിന്റെ ഉദ്ദേശം ഞാൻ നിറവേറ്റി തരൂല. മക്കള് മരിച്ചു പോകുമോ എന്ന് ആലോചിച്ചിട്ട് ആ പെണ്ണ് പറഞ്ഞു, എങ്കിൽ അങ്ങനെ ആകട്ടെ, എന്റെ കുട്ടികളുടെ വിശപ്പ് ആലോചിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ഒറ്റക്ക് രണ്ടുപേരുമാകുന്ന ഒരു സ്ഥലത്തേക്ക് ആ പെണ്ണങ്ങ് പ്രവേശിച്ചപ്പോ ആ പെണ്ണിന്റെ ശരീരം വിറക്കാൻ തുടങ്ങി. വിറക്കുന്ന ശരീരം കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, പെണ്ണേ, നിനക്കെന്ത് സംഭവിച്ചു? നിന്നെ ഞാൻ കെട്ടിയിട്ടിട്ടില്ലല്ലോ, നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലല്ലോ, നിന്നെ അടിച്ചിട്ടില്ലല്ലോ. പെണ്ണ് പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ അസ്സമീഅൽ ബസീർ. ഈ സ്ഥലത്ത് ഞാനും നീയും മാത്രമാണ്, പക്ഷേ കേൾക്കുന്ന രാജാവായ അല്ലാഹു ഇല്ലേ, കാണുന്ന അല്ലാഹു ഇല്ലേ. ആ ഒരു പേടി കൊണ്ട് എന്റെ ശരീരം വിറക്കുകയാണ്. ഞാൻ അല്ലാഹുവിനെ പേടിച്ചു പോകുന്നു. അതുകൊണ്ട് എനിക്കൊരു നിലക്കും നിന്നുമായി യഥാർത്ഥ രൂപത്തിലോ അല്ലാത്ത രൂപത്തിലോ ഇണങ്ങാൻ കഴിയുന്നില്ല. പേടി കൂടുതലായിട്ടാണ് എന്റെ ശരീരം വിറക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ആ പെണ്ണിനെ ഉപേക്ഷിച്ചു. ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞു, ഇതാ സ്വത്തുമായിട്ട് നീ പോയിക്കോ, നിന്റെ ശരീരം എനിക്ക് വേണ്ട. നല്ല ഭക്തിയോടെ പോകുന്ന ആ പെണ്ണ് ആ സമയത്ത് എനിക്ക് വേണ്ടി ഒരു ദുആ ചെയ്തു, അൻജാകല്ലാഹു മിനന്നാർ, എല്ലാ തീയിൽ നിന്നും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ. ഏത് തീ തൊട്ടാലും, തീയിന്റെ ചൂടുള്ളത് തൊട്ടാലും നിനക്കൊരു അപായവും വരാതെ അല്ലാഹു നിന്നെ രക്ഷിക്കട്ടെ. ചെറുപ്പക്കാരൻ പറയാണ്, ആ സമയം മുതൽ ഏത് തീയിൽ ഞാൻ കൈതൊട്ടാലും, തീ കൊണ്ട് ചൂടായത് പിടിച്ചാലും എന്റെ കൈ പൊള്ളാറില്ല, എന്റെ കൈ കരിയാറില്ല. ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ദുനിയാവിലെ തീ എന്നെ കരിക്കാത്തതുപോലെ ആ പെണ്ണിന്റെ ഖൗഫ് എന്റെ മനസ്സിൽ വരുത്തിയ പേടി കൊണ്ട് ആഖിറത്തിലെ തീയും എന്നെ കരിക്കൂല.
ആ പെണ്ണിന്റെ ഖൗഫിന്റെ മനസ്സുകൊണ്ടുള്ള ദുആ, അള്ളാഹനെ പേടിച്ചുകൊണ്ടുള്ള ഒരൊറ്റ വാക്ക്, ആ വാക്കാണ് സത്യത്തിൽ എന്റെ ജീവിതം നന്നാക്കിയത്. മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ ഭയമാണ്. വൽ ഖൗഫു മഹജ്ജതുഹു, മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷ്യം അല്ലാഹുവിനോടുള്ള പേടിയാണ്. ഞാൻ ആ ഹദീസ് ഒന്ന് വായിച്ച് അവസാനിപ്പിക്കട്ടെ. വശൗഖു മതിയതുഹു, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ആഗ്രഹിക്കുന്നത് മുഅ്മിനായ മനുഷ്യന്റെ വാഹനമാണ്. താല്പര്യം അല്ലാഹുവിലേക്ക് തിരിക്കൂ, ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് പറയൂ, ഒറ്റക്കും കൂട്ടമായിട്ടും പറയൂ. ഒറ്റക്ക് എല്ലാ ആഗ്രഹവും അല്ലാഹുവിനോട് പറഞ്ഞോളൂ, ഹലാലായ സർവ്വ ആഗ്രഹങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചോളൂ. ഒരൊറ്റ ആഗ്രഹവും അല്ലാഹു തള്ളിക്കളയൂല. അങ്ങനെ ഒരു ഷൗക്കിന്റെ മനസ്സ്, അനുരാഗത്തിന്റെ മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. വശൗഖു മതിയതുഹു, അല്ലാഹുവിലേക്കുള്ള അനുരാഗം മുഅ്മിനായ മനുഷ്യന്റെ വാഹനമാണ്. ആ വാഹനത്തിലൂടെയാ സഞ്ചരിക്കേണ്ടത്. അല്ലാഹുവിലേക്ക് താല്പര്യപ്പെടുന്ന മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മഹാന്മാരൊക്കെ അത്തരത്തിൽ താല്പര്യപ്പെട്ട് അല്ലാഹു തആലാനോട് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആവശ്യഘട്ടങ്ങളിലും അവരെ നാവങ്ങ് ചലിപ്പിച്ച് ഉയർത്തിയപ്പോൾ കിട്ടാത്തതില്ല, കൊടുക്കാത്തതില്ല. സാധാരണ നമ്മുടെ മനസ്സിൽ അസംഭവ്യമായി കരുതുന്ന പലതും റബ്ബിനോടുള്ള താല്പര്യം കൊണ്ട് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. എത്ര ആളുകൾ സഹോദരങ്ങളെ, അവരെ മനസ്സിന്റെ താല്പര്യം, ആഗ്രഹം മുഴുവനും അല്ലാഹുവിലേക്കായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ ഖൈറായ നിലക്ക് അവർക്ക് സന്തോഷം കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു നന്നായി ഒന്ന് ചിരിച്ചു കണ്ടത് തന്റെ മകൻ വഫാത്തായ ദിവസത്തിലാണ്. മകൻ വഫാത്തായപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ചിരിക്കുക. അപ്പൊ ജനങ്ങളൊന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചിരിക്കുന്നത്? അല്ലാഹു തആല അവന്റെ ഖളായിൽ ഞാൻ തൃപ്തിപ്പെടണ്ടേ, ഞാൻ സന്തോഷിക്കണ്ടേ? ഞാൻ ഇന്ന് കരഞ്ഞാൽ അള്ളാന്റെ ഖളായിൽ ഞാൻ വെറുത്ത ആളായി പോകുമെന്ന് പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. എനിക്ക് അല്ലാഹു തആല ഈ നൽകിയ ഖളാ എന്റെ കുട്ടീനെ അല്ലാഹ് പിടിച്ചുകൊണ്ടോയതല്ലേ, വേറെ ആരല്ലോ തീരുമാനിച്ചത്. അള്ളാഹുവിന്റെ ഖളായിൽ ഞാൻ പൂർണ്ണ തൃപ്തിയുള്ള ആളാണ്. അങ്ങനെ ഉണ്ടല്ലോ അള്ളാഹുവിനെ സ്നേഹിച്ച ചില മഹാന്മാര്. അവരെ കുട്ടികളെ പെട്ടെന്ന് അല്ലാഹു തആല പിടിച്ചുകൊണ്ടുപോകുമ്പോൾ മലക്കളോട് അല്ലാഹ് ചോദിക്കും, എന്താണ് എൻ്റെ അടിമന്റെ അവസ്ഥ? പടച്ചോനെ, ആ കുട്ടി അങ്ങ് മരിച്ചു എന്ന് കണ്ടപ്പോഴേക്ക് ഹമിദക വസ്തർജഅ, നിന്നെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെയാണോ പറഞ്ഞ്? എന്നെ സ്തുതിച്ചിട്ട് ഇസ്തിർജാ ചൊല്ലിയോ? എന്നാ പിന്നെ എൻ്റെ ആ അടിമക്ക് എന്നോടുള്ള അത്രയും വലിയ താല്പര്യമല്ലേ, ആ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കണം. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കണം. നാളെ അങ്ങോട്ട് വരുമ്പോൾ ആ വീട്ടിലേക്ക് അങ്ങോട്ട് തുറന്നു കൊടുക്കാനാണ്. എന്നോടുള്ള താല്പര്യം കൊണ്ടാണല്ലോ ഹംദ് പറഞ്ഞത്. എന്റെ വിധിയിൽ സന്തോഷിച്ചിട്ടാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത്. ഒരു തൃപ്തിക്കേടുമില്ല. അല്ലാഹ് എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ അള്ളാഹിനോട് വല്ലതും ചെയ്തോ? എന്നെ മാത്രം എന്താ അല്ലാഹ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഒന്നും ചെയ്തില്ല, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ തൃപ്തിയിൽ, അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ സന്തുഷ്ടനാണ്. റബ്ബ് ഈ തന്നതിൽ ഞാൻ അള്ളാഹിനെ സ്തുതിക്കുന്നു, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് താല്പര്യമുള്ള മനസ്സ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വസ്സലാത്തു കഹ്ഫുഹു, മുഅ്മിനായ മനുഷ്യന്റെ അഭയം നിസ്കാരമാണ്. നിസ്കാരമാണ് മുഅ്മിനായ മനുഷ്യന്റെ അഭയം. നിസ്കാരം കൊണ്ട് ഒക്കെ നേടിയെടുക്കണം. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, ഒന്നിലധികം തവണ അല്ലാഹ് ഖുർആനിലൂടെ ഉണർത്തിയില്ലേ, നിസ്കാരം കൊണ്ട് സഹായം തേടണം. നിസ്കരിച്ച് കാര്യങ്ങളൊക്കെ സാധ്യമാക്കി എടുക്കണം. മുഅ്മിനായ മനുഷ്യന്റെ അഭയമാണ് നിസ്കാരം. വസ്സൗമു ജുന്നതുഹു, സൗമ് അവന്റെ പരിചയാണ്. സൗമ് അവന്റെ പരിചയാണ്. നോമ്പ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, നോമ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അച്ചടക്കം നിയന്ത്രണമാണ്. സഹോദരന്മാരെ, സൗമ് എന്നതിന്റെ ഭാഷാർത്ഥം അൽ ഇംസാഖ്, നിയന്ത്രണമാണ്. സംസാരവും വികാരവും വിചാരങ്ങളും ഒക്കെ നിയന്ത്രിക്കുക. ഈ നിയന്ത്രണമാണ് മുഅ്മിനായ മനുഷ്യന്റെ പരിച. എത്ര ഇങ്ങോട്ട് നല്ലോണം തിരിച്ചങ്ങോട്ട് പറയണമെന്ന സന്ദർഭം വന്നാലും പറയാതെ നിയന്ത്രിക്കുക. അതിനല്ലാഹു വലിയ മഹത്വം തരൂലേ? ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ മഹത്വം അല്ലാഹു കൊടുത്തത് എങ്ങനെയല്ലേ? ഒരു കുട്ടിയെ അല്ലാഹു നൽകിയപ്പോ, അസാധാരണ രൂപത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചപ്പോ
നാട്ടിലെ ആളുകൾ മുഴുവനും വന്നിട്ട് ബെത്ലഹേമിന്റെ മുകളിലുള്ള മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ വിശ്രമ സ്ഥലം, ആരാന്തര കേന്ദ്രം അവർ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. മറിയം ബീവി അവര് ചീത്ത പറഞ്ഞു, ബാപ്പാനെ ചീത്ത പറഞ്ഞു, ഉമ്മാനെ ചീത്ത പറഞ്ഞു, സഹോദരനെ ചീത്ത പറഞ്ഞു. അപ്പോഴെല്ലാം മഹദി സ്വീകരിച്ച മാർഗം ഇന്നീ നദർതു ലിർറഹ്മാനി സൂമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ഞാൻ അല്ലാഹുവിന് വേണ്ടി നിയന്ത്രണം പാലിക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ നോൽക്കുന്ന നോമ്പ് എന്നർത്ഥമല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രതികരിക്കാൻ ഞാനില്ല, മറുപടി പറയാൻ ഞാനില്ല, നിയന്ത്രണം സ്വീകരിക്കാൻ റെഡിയാണ്. ബാപ്പാനെ പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കോ, ഉമ്മാനെ പറഞ്ഞാൽ മിണ്ടാതിരിക്കോ, സഹോദരനെ പറഞ്ഞാൽ മിണ്ടാതിരിക്കോ. ബാപ്പാനെയും ഉമ്മാനെയും സഹോദരനെയും ചീത്ത പറഞ്ഞിട്ടും മറിയം ബീവിന്റെ പ്രതികരണം ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ അല്ലാഹുവിന് വേണ്ടി നിയന്ത്രണം നേർച്ചയാക്കി. ഒരാളോടും സംസാരിക്കാൻ ഞാനില്ല, പ്രതികരിക്കാൻ ഞാനില്ല. അപ്പോഴാണ് ശത്രുക്കൾ പറഞ്ഞത്, മറുപടി കിട്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകൂല. അപ്പൊ നാവ് കൊണ്ട് സംസാരിക്കാതെ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കുട്ടിയോട് ചോദിക്കൂ എന്ന അർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയ്യാ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? അപ്പോഴേക്ക് തൊട്ടിലെ കുട്ടി പറഞ്ഞില്ലേ, മറിയം ബീവിന്റെ നിയന്ത്രണം കൊണ്ട് അല്ലാഹ് കൊടുത്ത കറാമത്താണ്, ബഹുമാനമാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ജീവിതവും മരണവും സന്ദേശവും പ്രതിനിധാനം ചെയ്യുന്നതും നുബുവത്ത് കിട്ടിയതും കിതാബ് കിട്ടിയതും ബഹുമാനമൊക്കെ കൂടി പറഞ്ഞു. എല്ലാത്തിനും മറുപടി പറഞ്ഞു. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അവർക്ക് തോന്നിയൊരു ബഹുമാനം പറണ്ടില്ലായിരുന്നു അല്ലേ? ആ ടെന്റൊന്നും പൊളിക്കണ്ടില്ലായിരുന്നു അല്ലേ? അവരൊക്കെ വന്ന് കാൽക്കൽ വീണ് പൊരുത്തപ്പെടിച്ചു. ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടിരണം, നിങ്ങൾക്ക് നല്ല സ്വർണത്തിന്റെ ഒരു ടെന്റ് ഉണ്ടാക്കി തരാം, നല്ല ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി തരാം. നിങ്ങൾ ബിൽഡിംഗ് ഒന്നും എനിക്ക് വേണ്ട, എൻ്റെ ആ കൂടാരം തന്നെ ഒന്ന് റെഡിയാക്കി കിട്ടിച്ചാൽ മതി, വേറൊന്നും വേണ്ട, ഞങ്ങൾക്ക് മാപ്പ് തരണം. നിങ്ങൾ നോക്ക്, നിയന്ത്രണത്തിലൂടെ അല്ലാഹു കൊടുത്തൊരു ബഹുമാനം. വസ്സൗമു ജുന്നത്തുഹു, നിയന്ത്രണം മുഅ്മിനായ മനുഷ്യന്റെ പരിചയമാണ്, എപ്പോഴും സ്വീകരിക്കേണ്ട മാർഗമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വസ്സദഖത്തു ഫകാകുഹു, പല വിഷയങ്ങളിൽ നിന്നും അവന് മോചനം നൽകുന്നത് ധർമ്മമാണ്. രോഗത്തിൽ നിന്നുള്ള മോചനം, മനസ്സിന്റെ വിഷമത്തിൽ നിന്നുള്ള മോചനം, ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി എല്ലാറ്റിനുമുള്ള നല്ലൊരു മരുന്നാണ് സ്വദഖ. വസ്സദഖത്തു ഫകാകുഹു, മുഅ്മിനായ മനുഷ്യന് മോചനം കിട്ടുന്നത്, നല്ല ഇളവ് കിട്ടുന്നത്, നല്ല അയവ് കിട്ടുന്നത് ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ വലിയൊരു മാർഗമാണ് സ്വദഖ. ദാനധർമ്മം കുറക്കരുത്, ചെലവ് കുറക്കരുത്. കുടുംബത്തിന് നന്നായി ചെലവ് കൊടുക്കണം, നാട്ടിലെ സേവന പ്രവർത്തനങ്ങൾക്ക് നന്നായി ചെലവ് ചെയ്യണം. ഇവിടെ കണ്ടില്ലേ മനോഹരമായ പള്ളി. ഈ പള്ളി പരിപാലിക്കാൻ ഇനി അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഞങ്ങൾ ആമീൻ മൂർച്ച കൂടാത്ത അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള ഐശ്വര്യങ്ങൾ അള്ളാഹു ഏറ്റി തരട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. പഴയകാലത്ത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി നമ്മെ സഹായിച്ച അറബി സഹോദരൻ, അയാളിൽ നിന്ന് അതിങ്ങോട്ട് വസീലയാക്കി എത്തിച്ചു തന്ന മറ്റു സഹോദരങ്ങൾ, ഇതിവിടെ ഉദ്ഘാടനം നിർവഹിച്ചു തന്ന് നമ്മെ സഹായിച്ചവർ, ഇതിൻ്റെ പണിയെടുത്ത് തന്ന് കുറേ സാധനങ്ങൾ സൗജന്യമായി വാങ്ങിത്തന്നവർ ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. മീസാനിൽ ഖനം തൂങ്ങുന്ന അമലാക്കി അള്ളാഹു കബൂലാക്കട്ടെ.